ഞാൻ നേരെ കാണുന്ന ബിൽഡിങ്ങിന്റെ കാണത്തക്ക വിധമുള്ള ഭാഗത്ത് തന്നെ വെണ്ടക്കാക്ഷരത്തിൽ അബൂഷാക്കറ മെമ്മോറിയൽ ബ്ലോക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു പേര് എൻ്റെ ഹൃദയഭിത്തിയിൽ അതിനേക്കാൾ മനോഹരമായി ഏകദേശം ഒരു 37 വർഷം മുമ്പ് എൻ്റെ വാപ്പ കോറിയിട്ടതാണ്. ഞാൻ വീട്ടിലെ കൊലായിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, സ്കൂളിലും മദ്രസിലൊക്കെ. അപ്പൊ ഞങ്ങളെ പഞ്ചായത്ത് കട്ട് റോഡ് എന്ന് പറഞ്ഞാല് പഞ്ചായത്ത് കട്ട് എന്നുള്ള അർത്ഥത്തിനല്ല, അങ്ങനെയാണ് ഞങ്ങളെ ഏരിയയിൽ പറയല്. ഇപ്പൊ അങ്ങനെയാണ് പഞ്ചായത്ത് കട്ടിട്ട റോഡൊക്കെ ഉള്ളത്. പക്ഷെ അന്ന് അങ്ങനെയാണ് പറയല്. ഒരു കൊട്ട തേങ്ങ എന്ന് പറഞ്ഞാല് ഒരു കൊട്ട നിറയെ തേങ്ങ എന്നല്ലല്ലോ, തേങ്ങ കൊട്ടയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പഞ്ചായത്ത് കട്ട് റോഡ് കൂടി ഉണ്ട്, ഒരു ജീപ്പ് ഇങ്ങനെ ഗംഭീര അനൗൺസ് ആയിട്ട് പോകുന്നു. അതിന്റെ പിറകില് ഞങ്ങള് കുട്ടികളൊക്കെ ഓടാറുണ്ട്. അനൗൺസ് ജീപ്പിന്റെ പിറകിൽ ഓടൽ അന്ന് ഞങ്ങളുടെ ഒരു ഹോബിയായിരുന്നു. ഞങ്ങൾ ഈ അനൗൺസ് കേട്ടപ്പോ ഞാനും ജ്യേഷ്ഠനും കൂടി ആ റോഡ് ഓടിപ്പോയി ഈ സൗണ്ട് കേട്ടിട്ട്. അപ്പൊ ഒരാള് പിറകെ നിന്നിട്ട് ഒരു പിടി നോട്ടീസ് ഇങ്ങനെ എറിയുന്നുണ്ട് റോട്ടിക്ക്. ഞങ്ങൾ കുറെ കുട്ടികൾ മത്സരിച്ചിട്ട് വാരുന്നുണ്ട്. ആ കൂട്ടത്തിൽ എനിക്കൊന്ന് കിട്ടി. ഞാൻ നോക്കുമ്പോ അതിലുണ്ട് അബൂഷാക്കറയുടെ വാള് ചെറിയ മുണ്ടത്ത് എന്നാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. അന്നങ്ങനെ മനസ്സിലാവില്ല. അന്ന് നേരെ വാപ്പ കൊണ്ടുകൊടുത്തു. വാപ്പ ഈ പേര് കേട്ടപ്പോ ഇരുന്ന കസേരയിൽ ഒരൊറ്റ എണീക്കല്. സംഗതി അവിടെ അബൂഷാക്കറില്ല. പിന്നെ എന്നാണ് നോക്കലായി ഡേറ്റ്. കാരണം വാപ്പ അന്നേ അബൂഷാക്കറിന്റെ ആരാധകനായിരുന്നു, മുഹിബായിരുന്നു. പിന്നെ ആ വാതിന് വാപ്പന്റെ കൂടെ പോയൊരു ഓർമ്മ എനിക്കുണ്ട്. കാന്തളൂർ എന്ന സ്ഥലത്ത് വിശാലമായ പാടത്താണ് ആ വാളുണ്ടായിരുന്നത്. എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പോഴും. അപ്പൊ മൊയ്തിയാങ്ക എന്നുള്ള ഒരാളെ വീട്ടിലായിരുന്നു. 2 ദിവസത്തെ വാളായിരുന്നു അബൂഷാക്കറയുടെ താമസം. വാപ്പയെ ഞാനുമായി വാള് പറയുന്ന ആളെ നാട്ടുകാരിങ്ങനെ കാണാൻ വരുമല്ലോ, അന്നൊക്കെ അതിന്റെ ഒരു കാലമായിരുന്നു. അപ്പൊ അതേ 2 ദിവസം അവിടെ താമസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തെ കുറിച്ച് അങ്ങാടിയിലൊക്കെ ചർച്ചയാണ്. 2 ആളിരുന്ന അവരെ ചുണ്ടിൽ നിന്ന് അടർന്നു വീഴുന്നത് അബൂഷാക്കറയാ. അപ്പൊ അങ്ങനത്തെ ഒരാളെ കാണാൻ വേണ്ടി വാപ്പ പോകുമ്പോ എന്നെയും കൂട്ടിയിരുന്നു. സംഗതി അദ്ദേഹത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അബൂഷാക്കറ എങ്ങനെ നോക്കുക, കാരണം കാണുന്നോടത്തൊന്നും മൂപ്പരില്ല. വാപ്പ അദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അബൂഷാക്കറിനെ എങ്ങനെ തെറിയാണ്. അവിടെ തന്നെ ഉണ്ട് ആള്. പക്ഷെ ഈ ആളെ കണ്ണ് പിടിച്ചിട്ടില്ല, കാരണം അരമുറിയ മനുഷ്യൻ. ഇതൊരു വാളനായിട്ടൊന്നും നമ്മളന്ന് സങ്കല്പിക്കുമല്ലോ. ഞാൻ ഒരു പയ്യനല്ലേ, ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ തിരിച്ചു വരുമ്പോ വാപ്പനോട് വെച്ച്, വാപ്പ അബൂഷാക്കർ എവിടെയെന്ന് വെച്ച്. പാന്റെ കുട്ടി കണ്ടില്ല, ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നാണ് അബൂഷാക്കർ എന്ന്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം ഒരു കയ്യിൽ തീപ്പെട്ടി വെച്ചിട്ട് മറ്റൊരു കൈ കൊണ്ട് കൊള്ളിങ്ങനെ വരുത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. യാതൊരു തടസ്സമില്ല. അത് പിന്നെ നടന്നേ എന്താന്ന് പറയണില്ല, അങ്ങനെ പറയണ്ടല്ല, അനായാസം വരുത്തുന്നുണ്ട്. ആദ്യം ഈ മനുഷ്യൻ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞത് ആരെങ്ങോ അബൂഷാക്കർ. അന്നത്തെ വാളുണ്ടല്ലോ, ആ വാള് കഴിഞ്ഞ് പോകുമ്പോ വാപ്പയും കരയുണ്ട്, ഉമ്മയും കരയും. സാസിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും കരയുണ്ട്. കാരണം അദ്ദേഹം നരകത്തിന്റെ തീജ്വാല എങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് തീപ്പൊരി പാറുന്നുണ്ടോ എന്ന് തോന്നിപ്പോക്കും. ആ ശ്വാസം വലിയും, എടുക്കലും വെക്കലും ചാട്ടം, ആ മട്ടത്തിൽ അങ്ങോട്ട് ഹോജാന്നൊരു കൂട്ടിയിട്ടൊരു വിളിയുണ്ട്, ഒരു പറച്ചിലുണ്ട്. കണ്ണിന് കുഴിയുള്ള മുഴുവൻ ആളുകളുടെയും കുഴിയിൽ നിന്ന് കവിളുത്തടങ്ങളിലൂടെ ബാഷ്പം ഇറങ്ങിയിരുന്നു. ഇന്ന് ഞങ്ങൾക്കൊക്കെ വാള് പറയാൻ സുഖാണ്, കാരണം വാള് കേൾക്കുന്നതിൽ ഭൂരിഭാഗം നാടന്മാരായിരിക്കും. അതുകൊണ്ട് പറഞ്ഞ മൂല്യർക്കും എന്താണ് പറഞ്ഞതും തിരിഞ്ഞോളന്നില്ല, കേൾക്കണവർക്ക് അത്തരം തിരിയില്ല. അങ്ങനത്തെ വാളാണ് കുറെ നടക്കണത്. അബൂഷാക്കറിന്റെ വാള അങ്ങനെയല്ല. സാസിൽ ഭൂരിഭാഗം ആലിമ്യങ്ങളായിരിക്കും. അവരുടെയും തഹക്കിക്കില്ലാത്ത സഫാത്ത് വിട്ടാൽ 2ാം ദിവസം അവിടെ കയറാൻ കഴിയില്ല.
കാരണം അന്ന് ആലിമീങ്ങൾക്ക് വാലിന് വരാൻ തടസ്സം ഉണ്ടായിരുന്നില്ല. ഇന്ന് വസായിലും മവാനിയും ഉള്ളതുകൊണ്ട് എല്ലാ ഉലമാവും വന്നോളുന്നില്ല. സ്ഥാപനങ്ങൾ കൂടി, ഡ്യൂട്ടി കൂടി, അതിലേറെ മൊബൈൽ കയ്യിൽ വന്നു. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഡ്യൂട്ടി ഉണ്ടാവും. അന്നങ്ങനെയല്ല, ഉസ്താമാർക്ക് അവരുടെ ഖുദ്മത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സംഘടന അവർക്കും കുറവാണെന്ന്. അതുകൊണ്ട് എല്ലാവരും രാത്രിയിൽ വാലിനുണ്ടാവും. അവരെ മുമ്പിലാണ് അബൂശാക്കിറയുടെ ആയത്തും ഹദീസും ഓതിയിട്ടുള്ള ചരിത്രങ്ങളുടെ അകമ്പടിയോടെയുള്ള നയാഗ്ര വെള്ളച്ചാട്ടം പോലെ അധരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന അർത്ഥഗാംഭീര്യമുള്ള വാക്കുകൾക്ക് മുമ്പിൽ പടക്കം പൊട്ടുന്ന ശബ്ദത്തിന് മുമ്പിൽ ഹൃദയം പടച്ച് കരയുന്ന ഉലമാഇനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായിരുന്നു അവരുടെ വാല്. അദ്ദേഹത്തിന് നമ്മളിങ്ങനെ സ്മാരകം പണിയത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ, അബൂശാക്കിർ അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി പണിത പൊളിയാത്തൊരു സ്മാരകമുണ്ട്. ഇൽമിന്റെയും അമലിന്റെയും ഇഷ്ടികയും സിമന്റും ചേർത്തുകൊണ്ട് പണിതൊരു ഒരു സ്മാരകമുണ്ട്. അത് പൊളിയില്ല. ഇത് പൊളിയും. ഇത് പൊളിയും. ഇതിന്റെ സിമന്റ് അടർന്നു വീഴും കാലപ്പഴക്കത്തിൽ. ഇത് പ്രകമ്പനത്തിൽ തകർന്നു പോകും. അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ കുല്ലുമൻ അലൈഹാൻ, അപ്പൊ ഏതായാലും നശിക്കും. പക്ഷെ അബൂശാക്കിർ ഉണ്ടാക്കിയ വേറൊരു സ്മാരകമുണ്ട്. അത് ഇൽമുകൊണ്ട് അമലുകൊണ്ടാണ്. അത് പൊളിയില്ല. എന്തുകൊണ്ട്? കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക, റബ്ബിന്റെ വജ്ഹിന് വേണ്ടി ഹയാത്തിൽ ഉണ്ടാക്കിയത് നശിക്കുകയില്ല, അത് നിലനിൽക്കും എന്നും ആയത്തിന് സൂചനയുണ്ട് എന്ന് ഔലിയാക്കളുടെ തഫ്സീറിൽ കാണാം. അങ്ങനെ നശിക്കാത്ത സ്മാരകം ഉണ്ടാക്കിയ ആളാണ് അബൂശാക്കിർ. നശിക്കാത്ത സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇവിടെ ഒരുപാട് മുത്തഅല്ലിമീങ്ങളാണ്. മക്കളെ, ആയത്തിന്റെ ഭാഷാ ശൈലിയും അതിന്റെ അത്ഭുതം നോക്കൂ. ഇന്ന നഹ്നു ഒക്കെ ജമ്മാണല്ലോ. ഇന്നാ നഹ്നു നുഹീ. സുബ്ഹാനല്ലാഹ്. നമ്മൾ സാധാരണഗതിയിൽ തൗഹീദ് പൊളിയണ്ടെന്ന് കരുതിയിട്ട് ജമ്മാക്കേണ്ട സ്ഥാനത്ത് വഹദ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? കാരണം നമ്മൾ അള്ളഹാനോട് എന്താ പറയാ? പഠിച്ചോ, നീ പുറത്ത് തരണേ, നീ സ്വർഗം തരണേ എന്നല്ലേ ഈ നീന്നുള്ള വാപ്പാനോട് പറയാറുണ്ടോ? വാപ്പാനെ നീന്ന് വിളിക്കാറുണ്ടോ? മൂത്താപ്പാനെ വിളിക്കാറുണ്ട്, ഉമ്മാനെ വിളിക്കാറുണ്ട്, അമ്മായിനെ വിളിക്കാറുണ്ട്, ജ്യേഷ്ഠനെ നീന്ന്. ഇവരൊന്നും വിളിക്കാത്ത ഭാഷ അള്ളഹാനോട് പറയുന്നത്. പഠിച്ചോനെ, നീ തോന്നുക അഞ്ചനേറ്റാണോ? നീ പുറത്തുണ്ടാ, നീ സ്വർഗം കൊണ്ടാ, നീ സൊക്കട് മാറ്റ്. അവളി അങ്ങനെ തന്നെ നടന്നോട്ടെ, മാറ്റൊന്നും വേണ്ട. എന്താ അള്ളാനെ നിങ്ങളെന്ന് വിളിക്കാത്തെ? ഞാൻ ഗവേഷണം ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത്, നിങ്ങൾ എന്നുള്ളത് ഒരു ജമ്മായി കേൾക്കുന്നവർക്ക് തോന്നും. അപ്പൊ ഒരു ശിർക്കത്ത് വരണ്ടെന്ന് കരുതിയിട്ട്, അത് തുഹമത്തിലെ വരണ്ട, അങ്ങനെ തോന്നിപ്പോണ്ടെന്ന് കരുതിയിട്ടാ. എന്നാ ഇത് അല്ല കരുതിയിലാണ്. ഇന്ന അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് അടച്ചോണ്ടെന്ന് ആരെങ്കിലും പറയും. നഹ്നു നഹ്നു നുഹീ ജമ്മൂത്ത് കലിമല്ലേ? ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. കാരണം പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നുഹീൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന നമ്മളാണ്. അതിലൊരു സൂചനയുണ്ട്. ഇൽമില്ലാതെ ജഹാലത്ത് കൊണ്ട് ചത്തുപോയ ഹൃദയത്തെ ഇൽമു കൊടുത്തുകൊണ്ട് എഹീച്ചായ നമ്മളാണെന്ന്. അങ്ങനെയുണ്ട് അതിൽ സൂചന. ഔലിയാക്കളെ തഫ്സീറിൽ കാണാം. ഇൽമില്ല, ജഹാലത്താണെങ്കിൽ ഏറ്റവും വലിയ രോഗ ജഹാലത്താണ്. അതുകൊണ്ട് ഹൃദയം ശവായി പോകും. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ മഅഹു ദവാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ദായ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ദവാ ഉണ്ട്. നമ്മളതിന് ക്യാൻസറും അതിന്റെ മരുന്ന് മാത്രമേ പറയുള്ളൂ. ഇവിടെ ക്യാൻസർ പിടിപെടുന്നത് ശരീര ജസദിനല്ലേ? ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചു, ക്ഷമിച്ച് അങ്ങനെ മരിക്കേണ്ടി വന്ന ഷഹാദത്തിന്റെ കൂലി കിട്ടൂലേ? അതൊക്കെ ബാധിക്കുന്ന ജിസ്മിനല്ലേ?
മനുഷ്യനാക്കുന്ന ഈ ജിസ്മല്ല, ജസദല്ല. അതാണ് അബൂശാക്കിറയുടെ കരുത്ത്. ആ മനുഷ്യന് അവയവങ്ങൾ പൂർണ്ണല്ലായിരുന്നു, ഉള്ളതിന് ബലഹീനതയായിരുന്നു. എന്നിട്ട് അവരെ എത്തിയ ദർജ എവിടെയാണ്? കാരണം എന്താ? അൽ ഖൽബു മലികുൻ വൽ അഅ്ലാഉ ജുനൂദ്. രാജൻ ഹൃദയമാണ്, കയ്യും കാലും അല്ല. കയ്യും കാലും ഇല്ലെങ്കിൽ എന്താ? ഇവിടെ സാധനം ഉണ്ടെങ്കിൽ എത്തോണ്ടെടുത്തെത്തും. ഞാൻ എല്ലാ മുത്താലിമീങ്ങളോടും പറയാം, ഇവിടെ നിറക്കേണ്ട ഒരു ഇന്ധനുണ്ട്. അത് നിറച്ചാൽ അബൂശാക്കറ ദൈവബന്ധ് പോയിട്ട് MA ബിരുദെടുത്ത ആളാണ്. അതിലൊരു എല്ല് കൂടി MLA ആയി. പക്ഷെ 1000 MLA കൂടിയാലും ഒരു MA അബൂശാക്കർ ആവില്ല. 1000 MP കൂടിയാലും ഒരു MA അബൂശാക്കർ ആവില്ല. എന്തുകൊണ്ട്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂതിൽ മുൽക മൻ തശാ. ആ അൽ മുൽക്കിന് മന്ത്രി, MP, MLA എന്നർത്ഥം വെച്ചുകൊണ്ട് ബടക്കാക്കരുത്. ആ അൽ മുൽക്കിന് മഹാന്മാരായ സൂഫിയാക്കളുടെ ഭാഷയിൽ അവർ തഫ്സീർ കൊടുത്തത് അൽ ഇൽമ എന്നാണ്. ഇൽമിന്റെ മേലെ ഒരു മുൽക്കില്ല. خير سليمان بين العلم والمال والملك فاختار العلم فأعطاه الله المال والملك والعلم. نبينا رسول الله النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 ഞാൻ എന്റെ 11ാമത്തെ വയസ്സില് നിബ്രാസുൽ ഉലൂമിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂശാക്കറ എന്ന KKN കോയ മുസ്ലിയാരുടെ വാള് കേട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പേര് പരാമർശിക്കേണ്ട താമസം മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ എത്ര വാനോളം ഉയർന്നാലും ആര് നിങ്ങൾ ആദരിച്ചാലും ആകാശം നിറയെ നിങ്ങളുടെ മതകൊണ്ട് പടപ്പുകൾ നിറച്ചാലും മുസ്തഫായ നബിയുടെ പേര് വീണ സ്ഥലത്ത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരല്ലെങ്കിലോ നിങ്ങൾ അവാർഡ് കിട്ടിയ ലുബ്ധനാണ്. അങ്ങനെ പറഞ്ഞ അവാർഡ് കിട്ടിയ ലുബ്ധനാണ്. അങ്ങനെ അദ്ദേഹത്തിന് അന്നത്തെ ഭാഷ. നിങ്ങൾ അവാർഡ് വാങ്ങിയ ലുബ്ധനാണ്, പിശുക്കനാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഹദീസ് കണ്ടപ്പോ അലിഫ്ലാമിന്റെ അർത്ഥമാണ് അവാർഡ് വാങ്ങിയെന്ന് വെച്ചത്. അങ്ങനെയാണ്. അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. അതിന്റെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നാടന്മാർക്ക് മനസ്സിലാവുന്ന ഒരു വിശദീകരണമാണ് നടത്തിയത്. ആ അലിഫ്ലാമിന്റെ മാനയാമോ ആ പറഞ്ഞത് അവാർഡ് കിട്ടിയ ലുബ്ധനാണ്. കാരണം ലുബ്ധൻ രണ്ടായിട്ടുണ്ട്, ഒന്ന് അവാർഡ് കിട്ടാത്തതും ഒന്ന് അവാർഡ് കിട്ടിയതും. അവാർഡ് കിട്ടിയ പിശുക്കനാണെങ്കിൽ അലിഫ്ലാമിനുള്ളിൽ കയറും. എന്ത് രസമാണ് അർത്ഥം വെക്കൽ. ഇന്നൊന്നും ഇപ്പൊ അങ്ങനെ അർത്ഥക്കാൻ കഴിയില്ല. ഇന്ന് പുതിയ സാഹിത്യങ്ങളല്ലേ നമുക്കല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരൻ ഇങ്ങനെ കരുണാനിധി, രണ്ടും മരിച്ചു വയ്ക്കണം ഇപ്പോഴും തന്നെ. അന്ന് അവര് ചെറിയൊരു വാക്ക് പറഞ്ഞാൽ ഉള്ളിക്ക് തുളഞ്ഞു പോയിരുന്നത്. ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞാൽ മതി. വക്കയില അവരർത്ഥം വെക്കും പറഞ്ഞു പെട്ടു. ആരോ പറഞ്ഞു വിട്ടതാണ്. വക്കയില പറഞ്ഞു വിട്ടു. അപ്പൊ ആരോ പറഞ്ഞു വിട്ടതാണ്, അമ്മ കൂടണ്ടാന്ന്. എന്ത് രസാണൊക്കെ കേട്ടാലല്ലേ. അതേ നല്ല കിതാബിയായിരുന്നു, വെറും അയലനല്ലായിരുന്നു, നല്ല കിതാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തിന്റെ കിതാബായിരുന്നു. കിതാബിന്റെ ബാണ്ടുണ്ടായിരുന്നില്ല ഇവിടെ. അതിൽ ഭൂരിഭാഗം അദ്ദേഹത്തിന്റെ കൽബിലുണ്ടായിരുന്നു. കാരണം ഓർമ്മയിൽ നിർത്തിട്ട് അദ്ദേഹം വാള് പറയാ. അല്ല മുമ്പിൽ ഒന്നും വെക്കൂല, കിതാബ് വെക്കൂല, ഒരു പേപ്പറും വെക്കൂല, മൊബൈലും വെക്കൂല. ഇന്ന് മൊബൈൽ മുമ്പിൽ വെക്കാതെ വാള് പറയാൻ പറ്റുന്ന ആളുകൾ കുറവല്ലേ. ഇന്ന് റേഞ്ച് ഉണ്ടെങ്കിൽ ഇൽമുണ്ട്, റേഞ്ച് ഇല്ലെങ്കിൽ ഇൽമില്ല. അങ്ങനെ വാളിന്റെ ഇടയിൽ എങ്ങാനും റേഞ്ച് പോയാല് അസ്സലാമു അലൈക്കും കുഞ്ഞ് ലേലത്തിന് വല്ല സാധനം ഉണ്ടെങ്കിൽ കൊണ്ടിരുന്ന പറയേണ്ടി വരും. ഇന്നത്തെ വാളങ്ങനെ ഇതിങ്ങനെ നോക്കുക തുറച്ചിട്ട്. വടച്ച തമ്പുരാനെ ഇൽമി ഫി മുബൈലി വ മുബൈലി ഫി സുന്ദൂഖി വ സുന്ദൂഖി ഫി ബൈത്തി ഫഇൽമി ഫി ബൈത്തി. ഇന്നത്തെ ഇൽമ അങ്ങനെയല്ലേ. എന്തെങ്കിലും മസാല വെച്ചാൽ നിക്ക് ഞാൻ മൊബൈൽ ഇല്ലല്ലോ, അതിന്റെ ബാഗിലായിരുന്നു. ആ ബാഗില്ലല്ലോ, ബാഗ് പെരയിലായിരുന്നു. അപ്പൊ പിന്നെ ഇൽമ പെരയിലാണോ? ഇന്നിപ്പോ ഇൽമൊക്കെ പറയില്ല. നമ്മളെ റോട്ടിൽ മൂലേറ് റോട്ടിൽ ഇൽമ പറയിലും. അബൂശാക്കർ അങ്ങനെയല്ല.
വാളിന് പറഞ്ഞ ഉസ്താദ് താമസിക്കാനിരിക്കുന്ന വീട്ടിലേക്ക് അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടിട്ട് മസല ചോദിക്കാൻ ഒരാൾ പോയാൽ കണക്ക് അവരുടെ കാലുമ്മൽ ഇങ്ങനെ കൂട്ടും, എന്നിട്ട് സുലുസ് റുബുവാണ്ട് പറഞ്ഞു. ഇതാണ് അബൂസാക്കിർ. നമ്മളോടൊന്ന് ചോദിച്ചു നോക്കണം. നമ്മൾ പറയും വേറെ വേദന ഉണ്ട്, ഇന്നത്തെ വേദന ഉണ്ടാവില്ല എന്ന് പറയും, സ്ഥലം വിടും. കുശാഗ്ര ബുദ്ധിയായിരുന്നു. കാലും കയ്യെ വലുപ്പമില്ലാത്തുള്ളൂ, കൽബ് നല്ല വലുപ്പം, തലച്ചോറ് നല്ല വിശാലത ഉണ്ടായിരുന്നു. കാലും കയ്യും വലുപ്പം ആരാ അയിമക്ക് നോക്കുന്നത്? എന്നാ അതിന്റെ ഒരു ബലഹീനത അദ്ദേഹത്തിന് നടത്തല് പോലും അറിയില്ല. ആളുകൾ വാരി താങ്ങി തോളിലേറ്റിക്കാണ്ട് ആൾക്കാരെ മേശപ്പുറത്ത് കൊടുത്തിരുന്നു. അതിന്റെ ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ ഇരുന്നിട്ട് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, കൈ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ മുറിയാൻ കൈ ഇങ്ങനെയാണ് പിടിച്ചിട്ട് അതിന്റെ അടിയിൽ കൂടി മൈക്കന്റെ അടുക്ക തൊള്ളാണ്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് കൊണ്ടുപോകും. എന്നിട്ടുണ്ട് ഒരു കാല റസൂലുള്ളാഹി പറയാന്, സുബ്ഹാനല്ലാഹ്, സമുദ്ര തിരമാല എരുമ്പം പോലെ ശ്വാസം ഒരു മൂലക്കുന്നുണ്ട് വരാൻ തുടങ്ങും. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു രസായിരുന്ന വേളെന്നറിയങ്ങള്. ചിന്തിക്കണേ 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 പ്രിയപ്പെട്ടവരെ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉത്സാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, സ്വന്തം പീഡിച്ചാൽ ഫജ്റാമോ പൊട്ട. പൊട്ടാനി മിന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നെ കാട്ടം ചുമന്നോരു കൊട്ട. പെട്ടെന്ന് ചത്താൽ ചകമെല്ലെ പോട്ട, പറഞ്ഞിടൽക്ക്. അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു. കൈ ഉണ്ടായിരുന്നില്ല, പക്ഷെ കവിത എഴുതിയിരുന്നു. സുബ്ഹാനല്ലാഹ്. കയ്യും കാലും ഒന്നുമല്ല മനുഷ്യനെ ദർജയ്ക്കാക്കണത്. കാലാണ് നടക്കാൻ സഹിക്കണമെങ്കിൽ ചേട്ട എത്ര സ്പീഡിൽ നടക്കണം? ഈ ലോകത്ത് തീരെ സ്പീഡില്ലാത്ത ചേട്ടക്കല്ലേ. ഇത് അള്ളാഹ് നമ്മളെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി അങ്ങനെ ജീവനെ പഠിച്ചല്ലേ. കാരണം കാലാണ് മനുഷ്യനെ നടത്തണമെന്ന് ഒരിക്കലും കരുതരുത്. അങ്ങനെ ചേരട്ടല്ലേ കൂടുതൽ നടക്കണ്ടേ? ചേരട്ട നടക്കുവോ? കാലില്ലെങ്കിൽ നടക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ പാമ്പ് ഇളകാൻ പാടില്ല. എത്ര സ്പീഡിലാ പാമ്പ് പോകുന്നത്? കാലുണ്ടോ? ഞാൻ ദ്വീപ് പോയിട്ട് പാമ്പിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് കുടുങ്ങിയ ആളാ. കാരണം അവിടെ പാമ്പില്ല, ഐറ്റിയൊന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അവസാനം ക്ലാസ് മതിയാക്കിയത് ഞാൻ എല്ലാണ്ട് പോയി. നമ്മൾ അവരോട് പറയാണ്, പാമ്പ് കാലില്ല, നൈസായ തൊലിയാണ്, 4 സ്പീഡിലാ ഓടുക എന്ന് പറഞ്ഞാൽ സുഖല്ലേന്ന് നോക്കൂല. ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ യുക്തിവാദികളൊക്കെ ചോദിക്കുന്നത്. കബറ് വിശാലാവും. അപ്പൊ അവര് പറയും മൂടല് കൊഞ്ഞോകൂലേ? അല്ല, ഈ കബറാണ്ട് വിശാലും മൂടലാണ്ട് കൊഞ്ഞോകൂലേ? അല്ല, അപ്പൊ ഇതാണ്ട് വിശാലായ മറ്റേ കബറാണ്ട് ജാമാവൂലേ? അപ്പൊ അയാൾക്ക് ഇടങ്ങറാവൂലേ? എടാ, ഇതിനൊക്കെ മറുപടി പറയാൻ സമയം കളയാൻ. നമുക്ക് ബന്ധമില്ലാത്ത ലോകത്തെ കുറിച്ച് അവിടെ പോകുമ്പോഴല്ലേ വിവരം കിട്ടുക. എവിടുന്ന് അറിയോ? മനുഷ്യോൽപത്തി എന്താ ശാസ്ത്രം പറയുന്നത്? ഒരു ബീജത്തുള്ളി 60 കോടിയായി വിഭജിച്ചിട്ട് അതിലൊരു ചെറിയ അണുവാണ് ജബ്ബാർ മാഷായത്. ശാസ്ത്രം പറഞ്ഞുകൊണ്ടല്ലേ തൊണ്ട തൊടാതെ അയാൾ മുണുങ്ങണത്. ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ണുകൊണ്ട് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അണുക്കളായിരുന്നു. അവിടുന്നാണ് ഇപ്പൊ എല്ലോ കണ്ടായത്. നരമ്പ് വാപ്പ എന്നതാ. വാപ്പ നരമ്പച്ചോടായിരുന്നു. ഈ ചെറിയ അണുവിലേക്ക് നരമ്പ് എന്നത് വാപ്പ നരമ്പച്ചോടക്കാരനായിരുന്നു നമ്മൾ ഉണ്ടാക്കണ സമയത്ത്. അപ്പൊ ഉമ്മാന്റെ വെള്ളയിൽ കുറച്ച് നരമ്പിട്ടതാ. എന്താടോ ഈ പറയുന്നത്? ജബ്ബാർ മാഷ് പറഞ്ഞു, കുട്ടികളുണ്ടാക്കാൻ മനുഷ്യന്മാരെതി പഠിച്ചോ വേണ്ട. അപ്പൊ വാപ്പ നരമ്പച്ചോടക്കാരനാ? വെല്ലിപ്പ എല്ലും കച്ചവടക്കാരനാ? ഈ എല്ലൊക്കെ എവിടുന്ന് വന്നു? ഉമ്മ ഉണ്ടാക്കിയതാ? വിഡിത്തം പറയുന്നതിന് അയാൾക്കപ്പൻ നെല്ലിന് സോക്കോട് വേണം. എന്നാലും തന്ത കാണാൻ രാവിലെ കുറച്ചങ്ങാണ്ട് പിന്നെ വിത്തന സോക്കടായി വന്ന് അടങ്ങിയിരുന്നൂടെ? അടങ്ങിയിരിക്കുന്നില്ല. ചിന്തിക്കണേ ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഇൽമിനെ അങ്ങ് തെരഞ്ഞെടുത്തതാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു ആസാറഹും. ഈ കാണുന്നത് അബൂശാക്കിറ എന്ന കെകെഎം കോയ മുസ്ലിയാരുടെ ആസാറാ. ഈ കാണുന്നതൊക്കെ അവരുടെ ആസാറുകളാ. ആ കാണുന്നത് അവരുടെ ആസാറുകളാ. ഇലാ യൗമിൽ ഖിയാമ അവരുടെ ആസാർ അനശ്വരമായി പ്രവഹിക്കുന്ന പ്രഭയായി മാറിയിരിക്കുകയാ. കാരണം അവർ ഇൽമിനെ തെരഞ്ഞെടുത്തതാ. അവര് ഇൽമിനെ തെരഞ്ഞെടുത്തു. 45 വയസ്സേ അവർ ജീവിച്ചുള്ളൂ.
ഒരു പരീക്കുട്ടി എന്ന ഒരു നാടൻ മനുഷ്യൻ, ഒരു ആയിഷ എന്ന നാടൻ സ്ത്രീയിൽ ഉണ്ടായ ഒരു കാലും കൈയില്ലാത്ത മനുഷ്യൻ എവിടെ എത്തി? നമ്മളെ കണ്ണ് തുറപ്പിക്കണ്ടേ അത്? പരീക്കുട്ടി എന്നൊരു പക്ക നാടൻ മനുഷ്യൻ, ഇതാവതി കൊടുക്കുന്ന ആളൊന്നുമല്ല. ആയിഷ എന്നൊരു സ്ത്രീ 6 കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികളായി ഒരു ആന്തരിയെ കിട്ടാൻ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് നേർച്ചം കൊടുത്തുമ്പോഴായിക്കോട്ടെ എന്ന് വന്നു നോക്കുമ്പോ കാലും കയ്യോട്ടില്ലേ. അവ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായല്ലോ. എന്നാ പിന്നെ വരാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും തോന്നി പോകില്ല. ആ അവസ്ഥയിലല്ലേ. ആൺകുട്ടിക്ക് കാലും കൈയില്ലെങ്കിൽ പിന്നെ എന്തിനാ ആൺകുട്ടി? അതാണ് അള്ളാന്റെ പണി. പക്ഷെ 100 കാലും കൈയുള്ള കുട്ടികൾ എത്തുന്നതിന്റെ മുമ്പേ അവർ എത്താത്ത തൊടാത്ത സ്ഥലത്ത് ഈ കാലും കൈയില്ലാത്ത കണ്ടാൽ അരമുറിയൻ മനുഷ്യനായ ഈ പ്രകാശത്തിന്റെ ഗോപുരം എത്തി കൊടിനാട്ടി പോയി. എന്തേ വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് എന്ന് ജമ്മാക്കിട്ടാ പറഞ്ഞു. അതൊന്നും പുറത്തും കിട്ടൂല. എത്രയൊന്നുമില്ല. ദറജാന്നല്ല, ദറജാത്ത്. പിന്നെയും കൊടുത്തും അള്ള അങ്ങോട്ട് പൊക്കും. 45 വയസ്സായപ്പോഴേക്ക് ആ മനുഷ്യൻ ഇരുന്ന ഗോപുരം, അവരിരുന്ന കൊടുമുടി, അതിലേക്ക് നോക്കിയാൽ നമ്മുടെ പെരട് ഉളുക്കി പോകും. യൂസുഫ് നബ്ഹാനി മറ്റൊരാളെ കുറിച്ച് പറഞ്ഞ ഭാഷയാണ്. അദ്ദേഹം ഇരിക്കുന്ന ആധ്യാത്മിക സൗധത്തിലേക്ക് ഞാൻ നോക്കിയാൽ എന്റെ തലയിൽ തൊപ്പി വീഴും, അത്ര ഉയരത്തിലാണ്. ചിന്തിക്കണേ എങ്ങനെയാണ് അബൂ ഷാക്കിറ എന്ന കേക്കയും കോയ മുസ്ലിയാർ ഇവിടെ എത്തിയത്? കാലില്ല, കൈയില്ല. പക്ഷേ കൊച്ചുകാലത്ത് അവർ തെരഞ്ഞെടുത്തത് ഇൽമാണ്. ഇൽമി ഇഖ്ലാസോടെ തെരഞ്ഞെടുത്താൽ അവൻ പിന്നെ രാജനാണ്. ജനങ്ങൾക്കിടയിൽ ജസദ് മരിച്ച് മണ്ണിലേക്ക് പോയാലും കൽബാകുന്ന ഖബറിലോ അനശ്വരമായി മുഅ്മിനീങ്ങളിൽ അദ്ദേഹം നിലനിൽക്കുന്നതാണ്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞ വാക്ക് മുതഅല്ലിമീങ്ങൾ നോട്ട് ചെയ്യണേ. പിന്നെ പറഞ്ഞത് വനക്തുബു മാ ഖദ്ദമു വആസാറഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ ഫീ കിതാബിൻ മുബീൻ എന്നല്ല, ഫീ ഇമാമിൻ മുബീൻ. എന്താ ഇമാം എന്ന് പറഞ്ഞാൽ? ഞാൻ മറ്റൊരായത്തോതി തരാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇമാമാണ് ലൗൽ മഹ്ഫൂൽ എന്നതിന് അർത്ഥമുണ്ട്. അത് അറിയപ്പെട്ട തഫ്സീറാണ്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ സൂഫിയാക്കളെ തഫ്സീറിൽ കാണാം അവിടെ ഇമാം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മഹാന്മാര് മരിച്ചാലും അവരിവിടെ ചെയ്ത ഇൽമും അവരുടെ സേവനൊക്കെ അള്ളാന്റെ അഹബാബ്, അതാണ് ഇമാം, അതാണ് മുത്തഖീങ്ങളുടെ ഇമാം. അവരുടെ ഖൽബാകുന്ന ലൗഹുൽ മഹ്ഫൂലിൽ അള്ളാഹു കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാക്കി തരും. അതിൽപ്പെട്ട ഒരു മഹാനാണ് അബൂ ഷാക്കിറ എന്ന കോയ മുസ്ലിയാർ. അള്ളാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. നമ്മൾ ഈ വന്നതും പറഞ്ഞതും കേൾക്കണൊക്കെ അള്ളാഹു തആല അവരുടെ ബർക്കത്ത് നമുക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ദഅവത്തിന് അള്ളാഹു തആല, ഖുവത്തിന് അള്ളാഹു തആല, സിഹത്തിന് അള്ളാഹു കാരണാക്കി തരട്ടെ, ഇസ്സത്തിന് അള്ളാഹു തആല കാരണാക്കി തരട്ടെ. അവരെ വിഷമിപ്പിച്ചവരൊക്കെ ചെറുപ്പത്തിൽ വിഷമിച്ചിട്ടുണ്ട്. അവരെ സന്തോഷിപ്പിച്ചവരൊക്കെ ചെറുപ്പകാലത്ത് ഹയാത്തിൽ സന്തോഷിച്ചിട്ടേ മരിച്ചിട്ടുള്ളൂ. ഇതിന്റെ ചെയർമാനുണ്ടല്ലോ, അദ്ദേഹം എന്നോട് റൂമിലിരിക്കുമ്പോ പറഞ്ഞു, ഈടെ അടുത്ത് തറാവി 8 നിസ്കരിക്കുന്ന ഒരാൾ ഇവർ സ്ഥാപനത്തിന് വേണ്ടി അവരുടെ വീട്ടിൽ കയറിയപ്പോ നല്ലൊരു പൈസ കൊടുത്തിട്ട് പറഞ്ഞാലോ, ആ മനുഷ്യനെ ഞാൻ ചെറുപ്പത്തിൽ കളിയാക്കിയിട്ടുണ്ട്, അപ്പൊ തന്നെ ഞാൻ ബോധം കെട്ട് വീണിട്ടുണ്ട്. ചെയർമാനോട് ചോദിച്ചു നോക്കി, മുപ്പര് ഇവിടെ പോയി അതായിരിക്കും അവിടെ ഉണ്ട്, ചോദിച്ചു നോക്കി, തെളിവോടെ ഉണ്ട്. ഞാൻ പോയതിനു ശേഷം ക്യാമറ തപ്പാൻ നിൽക്കണ്ട, എനിക്കിതിന്റെ പ്രൂഫ് മൂപ്പര തന്നെ, മൂപ്പര ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഇപ്പൊ ആ വിഷയത്തിൽ കളവറേണ്ട കാര്യമില്ല. ഈടെ അടുത്ത് ഈ സ്ഥാപനത്തിന് വേണ്ടി പിരിവിന് വേണ്ടി ഒരു വീട്ടിൽ കയറിയപ്പോൾ അബ്ദുറഹ്മാൻ മുസ്ലിയാരോട് തറാവി 8 നിസ്കരിക്കുന്ന ഒരാള് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, അയാളെ ചെറുപ്പത്തിൽ ഞാൻ കളിയാക്കിയപ്പോൾ അന്ന് ഞാൻ ബോധം കെട്ട് വീണിട്ടുണ്ട് എന്ന്. കാരണം എന്താ? അദ്ദേഹം കാഴ്ചയിൽ കുറിയ മനുഷ്യനാണെങ്കിലും അള്ളാന്റെ ലോകത്ത് വലിയ അർത്ഥമുള്ള മനുഷ്യനാണ്. എന്തിനേറെ പറയണം,
പിച്ചവെച്ച് വളരുന്ന കൊച്ചുകാലത്ത് തെങ്ങ് നോക്കിയിട്ടൊരു ഇളനീര് വേണമെന്ന് ചെറിയ കുട്ടികൾ വാശി പിടിക്കുമല്ലോ, അത് സ്വാഭാവികമാണ്. നമ്മളൊക്കെ കൊച്ചുകാലത്ത് എത്രയാണ് മിഠായിക്ക് വേണ്ടി സർവത്തിന് വേണ്ടി വാശി പിടിച്ചത്. വല്യമ്മാന്റെ മുമ്പിലെ ഇളനീരിന് വേണ്ടി വാശി പിടിച്ച് ഈ കുട്ടിയോട് ഇപ്പൊ തരില്ല എന്ന് പറഞ്ഞ സമയത്ത് പിന്നെയും വാശി പിടിച്ചു. ഇളനീരിന്റെ ആർത്തിയിൽ കരയുന്ന വക്കിലെത്തിയ അബൂശാക്കിറയുടെ മുമ്പിൽ, അബൂശാക്കിറയല്ല മുഹമ്മദ് എന്നാണല്ലോ പേര്, ഈ മുഹമ്മദ് കുട്ടി എന്ന കൊച്ചുകുട്ടിയുടെ മുമ്പില് ഏത് തെങ്ങ് നോക്കിയിട്ടാ ഇളനീരിന് വേണ്ടി കൊതിച്ച് കരഞ്ഞതെങ്കിലോ ആ തെങ്ങിൽ നിന്നൊരു ഇളനീരങ്ങ് വീഴുകയാ. വല്യമ്മ അത്ഭുതപ്പെടുകയാ. അതിന്റെ അർത്ഥം കയ്യും കാലും ഇല്ലാത്ത ആ കുട്ടി കരയരുത്, നിങ്ങൾ ഇളനീര് കൊടുക്കില്ലെങ്കിൽ മരം ഞാൻ കൊടുത്തോളാം. അപ്പൊ വല്യമാനോട് അറിഞ്ഞു, നമ്മളെ കോയ സാധാരണ കോയല്ലിട്ടോന്ന് പറഞ്ഞു. വല്യപ്പ അന്ന് തന്നെ ഒരു കൊല ഇളനീര് വെട്ടിയിട്ട് കൊടുത്തു പറഞ്ഞു. ചെറുപ്പത്തിൽ അന്ന് ആലിമൊന്നും പറ്റില്ല. ചെറുപ്പത്തിൽ ചിന്തിക്കണേ, 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 വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ചെറുപ്പത്തിലെ വാക്കിനും കരച്ചിലും അസറുള്ള മഹാനാ. കാരണം അദ്ദേഹത്തിന്റെ കയ്യിനും കാലിനും പടച്ചവന് ശേഷി കൊടുത്തില്ലെങ്കിലോ ഭാഷയ്ക്ക് ശേഷിയുണ്ടായിരുന്നു, മസ്തിഷ്കത്തിന് ശേഷിയുണ്ടായിരുന്നു, നോട്ടത്തിന് മൂർച്ചയുണ്ടായിരുന്നു, വാക്കുകൾക്ക് അസറുണ്ടായിരുന്നു. എത്രയെത്ര പള്ളികളാണ് ആ മനുഷ്യൻ ഒരു ആയത്തോതിയിട്ട് അതിന്റെ തഫ്സീർ പറഞ്ഞ് അവിടെ ഹംസത്തുൽ ഖറാറിന്റെ ചരിത്രവും പറഞ്ഞാൽ വാല് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളോ കാതിൽ നിന്ന് രക്തവും ഉത്തിയിരുന്നു. കാരണം അബൂശാക്കര നരകത്തെ കുറിച്ച് വിശാലമായി ചടുലമായി അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് നയാഗ്ര വെള്ളച്ചാട്ടം പോലെ വാക്കുകളോ മുർഗളിച്ച സമയത്ത് തഖ്വയുടെ മൂർച്ചയുള്ള കുനുമ്പുള്ള വാക്കുകളായതുകൊണ്ട് ആ മൂർച്ച അങ്ങ് ആഞ്ഞുകുത്തിയിട്ട് പെണ്ണുങ്ങളുടെ ഹൃദയം പടച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളോ അവർ അതാ കാതിൽ അണിഞ്ഞിരുന്ന കമ്മല പൊട്ടിച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ആ കാലും കയ്യുമില്ലാത്ത മുസ്ലിയാർ നീട്ടിയിട്ടുള്ള ബക്കറ്റിലേക്ക് ഇട്ടുകൊടുത്തപ്പോ തിരിച്ചു പോകുന്ന പാടത്ത് രക്തം മുറ്റിയിരുന്നു, കണ്ണിനീരുത്തിയിരുന്നു. ആ ഒരൊറ്റ വാള് കാരണത്താൽ വീടില്ലാത്തവർക്ക് വീടുണ്ടായിരുന്നു, പള്ളിയില്ലാത്ത മഹല്ലുകളിൽ പള്ളി ഉണ്ടായിരുന്നു, മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മദ്രസ ഉണ്ടായിരുന്നു. ഈ അരമുറിയാൻ മനുഷ്യൻ കാലും കൈയുമില്ലാതെ വൈജ്ഞാനിക നഭോമണ്ഡലത്തിലോ സൃഷ്ടിച്ച ഇതിഹാസം അവർണ്ണനീയമാണ്. വൈജ്ഞാനിക നഭോമണ്ഡലത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച ഇതിഹാസം എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ്. നമ്മളൊക്കെ കാലഘട്ടത്തിന്റെ അബൂശാക്കർമാരായി മാറണം. ഈ താവ് നല്ലോണം ഓതിപ്പിടിക്കണം. ധനവും സർഫും മന്തിക്കും മാനും ഒക്കെ അറിയുന്ന ആളായി, ഒക്കെ കലക്കി കുടിച്ച ആളായിരുന്നു. ഇതാവ് നല്ലോണം തിരിയുന്ന ആളെ ബൈഹാർട്ടായിരുന്നു. അദ്ദേഹം പലതും അദ്ദേഹം പേജടക്കം പറഞ്ഞിരുന്നു. ആ ഇരുന്ന ഇരുത്തത്തിൽ കാലും കൈയില്ലാത്ത ഈ മനുഷ്യൻ ചോദിക്കുന്ന ആളോട് പേജടക്കം നെക്കൽ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് കയ്യിനും കാലിനും ബലഹീനതയുണ്ടെങ്കിലും അദ്ദേഹത്തിന് വൈകല്യമുണ്ടെങ്കിലും ശരീരമാകുന്ന ഈ ഇത് മൊബൈലിന്റെ കവറ് പോലെയല്ലേ ജസദ്, ഇത് മൊബൈലാണോ, ഇത് കവറല്ലേ, ഇതിന് വല്ലാതെ കൂടേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ അള്ളാഹുതആല ഒന്ന് കീറുകയൊക്കെ ചെയ്യും, അതൊന്നും വലിയ വിഷയമല്ല. മൊബൈൽ എന്നുള്ളത് ഇതിന്റെ ഉള്ളിലാ. അൽ ഖൽബു മലിക്കുൻ വല്ല അല്ലാഹു ജുനൂദ്. കൽബിന് വൈകല്യം ഉണ്ടായിരുന്നില്ല, കൽബിന് ബലഹീനത ഉണ്ടായിരുന്നില്ല, കണ്ണിനും നല്ല മൂർച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1983 ഇവിടെ പള്ളിക്ക് തറടാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം. തറടാൻ വന്ന സമയത്ത് ഈ നാട്ടുകാരുടെ പെരുമാറ്റവും സൽസ്വഭാവവും നിഷ്കപടമായ സ്നേഹമൊക്കെ കണ്ടപ്പോ ഹദീദ് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ബസ്സിന് ഹദീദിന്റെ മൂർച്ച ഉണ്ടായി. അപ്പൊ അദ്ദേഹം വേഗം ചിന്തിക്കണ ഈ നാട്ടുകാരെ കുപ്പിയിലാക്കിയിട്ട് നമുക്കിവിടെ ഒരു കച്ചവടം നടത്താനല്ല, വേഗം അദ്ദേഹത്തിന്റെ ഹൃദയം പാറിപ്പോകുന്നത് ഇന്ന് അവിടെ വിജ്ഞാനത്തിന് സേവനം അനശ്വരമായി അതിന്റെ ആധാരം തുടരുന്ന പരുവത്തിൽ സ്ഥാപനം ഉണ്ടാക്കാൻ. അപ്പൊ അദ്ദേഹം ഇൽമിനെ എത്രമേൽ സ്നേഹിച്ചു, എത്ര സ്നേഹിച്ചു. ആ കുറിയ മനുഷ്യൻ ഇൽമിന്റെ ഗോപുരത്തിൽ കൊടി നാട്ടിയില്ലേ. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ.
ആളുകൾ കൈ നോക്കൂല മോനെ, കാല് നോക്കൂല മോനെ, പോകുന്ന വണ്ടി നോക്കൂല മോനെ. ആളുകൾ ഇന്നും വിലയിരുത്തുന്നത് മനുഷ്യന്റെ മഹിമ, അവന്റെ റൂഹിന്റെ ഖൽബിന്റെ ക്വാളിറ്റിയാണ്. അതിൽ മഹിമക്ക് വേണ്ടി മാനദണ്ഡമായി അളക്കാൻ ഉപയോഗിക്കുന്നത് ഇൽമാണ്. ഇൽമന്നെയാണ് അമല്, അമൽ തന്നെയാണ് ഇൽമ. രണ്ടിലും ഒരേ അക്ഷരങ്ങളാണ്, ഒന്നാണ്ടോട് മാറ്റിയ രണ്ടും ഒന്നാണ്. ഇൽമ അമല്, അതിൽ വേറെ അക്ഷരം കൂടുതലുണ്ടോ? ഇൽമ എന്ന് തുടങ്ങണ തന്നെ അതിനുകൊണ്ടാണ്. അത് ഒലുവ എന്നതിൽ ആദ്യത്തെ അക്ഷരല്ലേ, അന്തുമുല്ല അലൗനൈകുന്തു മുഅ്മിനീൻ, അത് ഇൽമ കൊണ്ടാ കിട്ടുക. ഇൽമിൽ രണ്ടാമത്തെ അക്ഷരം ആമല്ലേ, അത് ലുത്തുഫ്, അള്ളാന്റെ ലത്തീഫ് എന്ന ഇസ്മിൽ ആദ്യത്തെ അക്ഷരല്ലേ. ലുത്തുഫ് കിട്ടണമെങ്കിൽ ആലിമാണ്. അബൂശാക്കർ ആലിമായി, അള്ളാന്റെ ലുത്തുഫ് കിട്ടി. ഇൽമിലെ ലാസ്റ്റ് സ്പെല്ലിംഗ് ഏതാ മോനെ? നിങ്ങൾ ഇങ്ങോട്ടും പറയാലോ, അത് മൺമയൊന്നുമല്ലോ. ആ ലാസ്റ്റ് സ്പെല്ലിംഗ് ഏതാ? ഉറക്കെ പറയും മോനെ, ഉറക്കെ പറയും. ജിലേബിയോ? ഇൽമിൽ എന്നതിൽ ലാസ്റ്റ് സ്പെല്ലിംഗ് ഏതാ? മീം. മീം. ആ മജിദ് എന്നതിൽ ആദ്യത്തെ അക്ഷരാണ് മജിദ്. മജിദ് വേണമെങ്കിൽ ഇൽമു ആണ്. അല്ലാത്ത സ്ഥാനങ്ങളൊക്കെ 5 കൊല്ലം കൂടുമ്പോ ഇറങ്ങി പോണല്ലേ. ഇപ്പൊ ഇലക്ഷൻ ഇനിയിപ്പോ മന്ത്രിയായി അല്ലെ MP ആയി, അതിന്റെ കൊല്ലം കഴിഞ്ഞ ആള് പഞ്ചറായില്ലേ, പിന്നെ ആരാ തിരിഞ്ഞു നോക്കുക? അതുകൊണ്ടല്ലോ ഓരോ പുരയില് വന്നിട്ട് യാചിക്കണം. സ്ഥാനാർത്ഥി, വിദ്യാർത്ഥി, നമ്മള് വിദ്യാർത്ഥി, വേറെ ചിലർ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനം യാചിക്കുന്ന ആളെന്നാ അതിന്റെ പച്ച മലയാളം ആരോടും ഉണ്ടണ്ട, ഞാൻ അവരോട്ട് സ്വീപ്പാക്കും വേണ്ട. ഓരോ പൊരേ കയറിയിട്ട് ഇന്നൊന്ന് സ്ഥാനം തന്നെ ഉയർത്തോ, ഇന്ന സ്ഥാനം തന്നെ ഉയർത്തോ, ഇതാപ്പാ ചോദിക്കണത്. നിങ്ങളോ വിദ്യാർത്ഥി, എനിക്ക് കുറച്ച് ഇൽമ വരുമോ, കുറച്ച് ഇൽമ വരുമോ? ആരാ വലിയൊരു സ്ഥാനാർത്ഥികളാണ്. ഞാൻ അവരെ ചെറുതാക്കല്ല, പക്ഷെ ഇൽമ മുത്താലിം ഇതിന്റെ മേലെ ഒരു സ്ഥാനാർത്ഥി ഇല്ല, ഒരു MLA ഇല്ല, ഒരു MP ഇല്ല, ഒരു മന്ത്രി ഇല്ല. അതൊക്കെ നിശ്ചിത കൊല്ലങ്ങൾ കഴിഞ്ഞാൽ പോകും. പിന്നെ മുൻ പ്രധാനമന്ത്രി, മുൻ മുഖ്യമന്ത്രി, ഒരു മുന്നു കൂടുള്ളൂ, നാട്ടുകാരോട്ട് തിരിഞ്ഞു നോക്കൂല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. മുൻ ആലിം, മുൻ മുത്താലിം അങ്ങനല്ല. മുത്താലിമിന്റെ ആലിമിന്റെ ദർജ വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് ജമ്മാണ്. ആ പുറത്തം വിട്ട് പിന്നെ പേരിലാണ്, താവൂല. 5 കൊല്ലത്തിനുള്ളതല്ല, കൊല്ലം കൂടുമ്പോ ഉഷാറ് കൂടും. അബൂശാക്കര മണ്ണിന്റെ അടിയിലായിട്ടുള്ളൂ, കൽബിൽ മദ്ഫൂനല്ല, കൽബിൽ ഹയ്യ. കൽബൊരു ഖബറാണെങ്കിൽ ഈ ഖബറിന്റെ ഉള്ളിൽ അബൂശാക്കര ഓ ഹയ്യും ഫീ ഖുലൂബിന. എന്തേ കാരണം? അദ്ദേഹത്തിന്റെ ഇൽമാണ്, അദ്ദേഹത്തിന്റെ ദഅവത്താണ്, വേറെ ഒന്നുമില്ല. ആ മനുഷ്യനെ കണ്ടാൽ ഓർമ്മയുള്ളവരുടെ ഹൃദയത്തിലേക്ക് തികട്ടും. ഒരു പൊതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോഞ്ഞിട്ട് കൈന്റെ അടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക, അത്രേ കാണുള്ളൂ. കൂടി വന്നാൽ 44-ാമത്തെ വയസ്സിൽ വഫാത്തായ മനുഷ്യനെ തൂക്കിയാൽ 30 കിലോ തൂക്കണം. ഇന്നെ തൂക്കിയ 82 കിലോ ഉണ്ട്. അപ്പൊ ആരാ ഉഷാറ്? ഞാൻ തന്നെ അല്ലേ? ഇല്ലട്ടോ, തൂക്കത്തിന് മാർക്കറ്റുള്ളത് പോത്തിനാണ്, മനുഷ്യനല്ല. ഇപ്പൊ ഒതുയത്ത്, അപ്പൊ പോത്തിനല്ല മാർക്കറ്റാ തൂക്കണ്ടെങ്കിൽ. ചന്തയിൽ പോയിട്ട് ഇങ്ങനെ നോക്കല് വണ്ണെണ്ണ ഉണ്ടോ, കുറകിനല്ല തടിയും വണ്ണൊക്കെ ഉണ്ടെങ്കിൽ, പള്ളൊക്കെ നല്ല വീതിയൊക്കെ ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കാരും പറയും നമുക്ക് അതിനെ നോക്കാന്ന് പറയും. നേരെ മറിച്ച് ഇങ്ങനെ മോൾക്ക് കല്യാണം തരണ സമയത്ത് നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ നമ്മൾ അദ്രാമാനെ പറ്റും, കാരണം 93 കിലോ തൂക്കുണ്ട്, അതുകൊണ്ട് നമ്മളെ മോളെ ഓനക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഇന്ന് വരെ ഏതെങ്കിലും വാപ്പിയും തീരുമാനിച്ചിക്കണോ? തടിയുള്ളവനെ നോക്കിയിട്ട് പെൺകുട്ടികളെ കെട്ടിക്കലുണ്ടോ? എന്നിട്ട് കൊലായ്മൽ ചർച്ച, നല്ല മനുഷ്യനാ 101 കിലോ ഉണ്ട് എന്ന് അറിയില്ല. എവിടെ ഇറച്ചിമ്മ മാർക്കറ്റ് പോത്തിനാണ്, മനുഷ്യനല്ല. ഇറച്ചിന്റെ മാർക്കറ്റ് പോത്തിനാണ്. ഞാൻ അയിമ വല്ലാതെ കൂടണ്ട. മരിച്ചാ കൂടിയാലേ മീസാങ്കല്ലും എഴുതിയേക്കും ജനനം 1970, മരണം 2025. അതിന്റെ അർത്ഥം എന്താ? ഒരു 75 കിലോ തൂക്കമുള്ള സാധനം ആണ്ടുകൊണ്ട് ഇത്രയും കാലം വണ്ടി കളിച്ചു. അത് മതിയോ? എന്നാൽ ചിന്തിക്കണേ, അബൂശാക്കിറ എന്ന KKM കോയ മുസ്ലിയാരുടെ ഖബർ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നും ഞാൻ അവർക്ക് വേണ്ടി വണ്ടിയിലിരുന്ന് ദുആ ചെയ്ത മുതഅല്ലിമാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തെ പറയാൻ വരുമ്പോൾ അദ്ദേഹം കൽബിൽ നിറഞ്ഞു നിൽക്കണമല്ലോ. അതിന്റെ സൈക്കോളജി എങ്ങനെയാണ്?
നിങ്ങളാണെങ്കിലോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മക്കളെക്കാൾ ഉപകാരം ഈ മാനവിയായ മക്കളാണ്. വൈജ്ഞാനിക ലോകത്ത് നിങ്ങളൊക്കെ അവരുടെ കുട്ടികളും പേരക്കുട്ടികളുമാ. ഇതിന്റെയൊക്കെ സവാബിന്റെ പ്രവാഹം അലയടിക്കുകയല്ലേ അബൂശാക്രയുടെ ഖബറിലേക്ക്. കാരണം ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്. ഈ 300 ചില്ലാൻ കുട്ടികൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും അവരെ പറയും ദ്വാരക്കും. പ്രത്യേകിച്ച് ഈ ആണ്ട് അനുബന്ധിച്ച് 25 ഖത്മാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ഗിഫ്റ്റ് ആക്കി വെച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട അദ്രാം മുസ്ലിം ദാരിമിനോട് പറഞ്ഞത്. 25 ഖത്മ് മുതഅല്ലിമീങ്ങള്. പടച്ചോനെ, ഇതിന്റെ മേലെ നിഅമത്ത് ആ മനുഷ്യനുണ്ടോ? എന്താ ഇപ്പൊ 25 ഖത്തത്തിന്റെ കൂലിയൊക്കെ ഖബർക്കാണ്ട് എത്തുകയെന്ന് പറഞ്ഞാൽ ഫാത്തിഹന്റെ 156 അക്ഷരങ്ങളാ. അതിൽ ഒന്നിന് 10 അള്ളാന്റെ അടുത്ത്. അപ്പൊ 1560 ഫാത്തിഹ മാത്രം. അത് 25 ഫാത്തിഹ ഒന്ന് കണക്കൂട്ടി നോക്കാൻ. അങ്ങനെ സൂറത്തുൽ ബഖറയിലെ അക്ഷരങ്ങളൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കാൻ. അതിന് 10 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കാൻ. എന്നിട്ട് അവരെ ഖബർക്ക് അതന്നെ ഇൽമിന്റെ അയലുകാര് മഖ്റജ് തെറ്റാതെ ഓതുന്ന ആളുകൾ. അപ്പൊ അവർ ഖബറിൽ ഇപ്പൊ സുഖവും സുഗന്ധവും സ്വർഗമായിട്ട് അവിടെ കഴിയല്ലേ, സുഖിക്കല്ലേ. 44 വയസ്സല്ലേ ഭൂമിന്റെ മുകളിലുള്ളൂ. ഇനി അടിയിൽ എത്ര കാലം ഇരുന്നാലും അവർക്ക് ആ അടിഭാഗം സ്വർഗല്ലേ. ഇതിന്റെ മേലെ ഒരു മനുഷ്യൻ നിയമത്തുണ്ടോ? അത് ഇൽമിനെ തെരഞ്ഞെടുത്ത ഫളൽ കൊണ്ടല്ലേ. എന്തുകൊണ്ട്? അഫ്ളലുൽ അമലി അലാ ലഹരിൽ അർളി ത്വലാത്ത്. ഒന്ന് ത്വലബുൽ ഇൽമി നബിയുനാ റസൂലുള്ളാഹി. ഈ ഭൂമിയുടെ മുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ അമൽ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തതായ മുത്തനബി എണ്ണിയത് ത്വലബുൽ ഇൽമി, ഇൽമിനെ തേടലാണ്. പിച്ച വെച്ച് വളരേണ്ട താമസം തന്നെ കൊച്ചുകാലത്ത് ഇൽമ തേടിയിട്ട് പള്ളി ദർസിൽ ഹുസൈൻ മുസ്ലിയാരുടെ അരികിലോ ഓതി പഠിച്ച മുതഅല്ലിമായിരുന്നു. പിന്നെ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അരികിൽ ഓതി പഠിച്ചിട്ടുണ്ടോ. പിന്നെ വലിയ പണ്ഡിതനായ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അരികിൽ നിന്നാണ് അദ്ദേഹം ദൈവബന്ധിൽ പോയത്. പോകുന്നതിന് മുമ്പ് മഹാനായ വലിയുള്ളാഹി സിയമിന്റെ പൊരുത്തം വാങ്ങി ആദ്യം മടവൂര് ശൈഖുനായുടെ ഷഹാദത്ത് വാങ്ങിയിട്ടാണ് ദൈവബന്ധിൽ പോയത്. അതിന്റെ ഗുരുത്വം കൊണ്ടും അദ്ദേഹത്തിനെ കണ്ട ഒരു ദയനീയമായ അവസ്ഥ കൊണ്ടും കണ്ടപാടെ ദൈവബന്ധിലെ ഉലമാവ് അദ്ദേഹത്തിനെ തോളിലേറ്റുകയാ, നെഞ്ചിലേറ്റുകയാ, ആശീർവദിക്കുകയാ, അനുമോദിക്കുകയാ, അനുഗ്രഹിക്കുകയാ. അങ്ങനെ ഉസ്താദുമാരുടെ എല്ലാം ലാളനയേറ്റ് ദൈവബന്ധിൽ നിന്ന് ബിരുദവും വാങ്ങി പുറത്തിറങ്ങിയ മഹാ 1974 ദർസേറ്റത് സ്വന്തം നാട്ടിലാ. ആദ്യത്തെ ദർസിൽ തന്നെ 50 മുതഅല്ലിമീങ്ങളാണ്. ഇതൊക്കെ കറാമത്ത് അല്ലെങ്കിൽ ലോകത്തെന്താ കറാമത്ത്? ബിരുദം എടുത്തിട്ട് പുറത്തിറങ്ങുക, എന്നിട്ട് ആദ്യത്തെ ദർസ് സ്വന്തം നാട്ടിൽ, അവിടെ 50 മുതഅല്ലിമീങ്ങൾ. അന്നത്തെ മുതഅല്ലിമീങ്ങൾ ഇന്നത്തെ മുതഅല്ലിമീങ്ങൾ തമ്മിൽ അജഗജാന്തരമുണ്ട്. ഞങ്ങളെല്ലാം പറയുന്നത് പൊതുവെ മുത്തഅല്ലിമീങ്ങൾ എന്നത്തെ സ്ഥിതി ഇൽമിനോട് ലദ്ദത്ത് കുറവാണ്. ഈ മൊബൈൽ ഇറങ്ങിയോടുകൂടി കൊറോണ കാലം മറ്റൊരു ലോകമാണ്, മറ്റൊരു യുഗമാണ്, മറ്റൊരു ബോധമാണ്, മറ്റൊരു മെന്റാലിറ്റിയാണ്. ഞങ്ങളൊക്കെ കാലത്ത് ഞങ്ങൾക്ക് 2ാം ദർസ് ഉണ്ടായിരുന്നു. അന്ന് ഫേസ് കിതാബായിരുന്നു, ഇപ്പൊ ഫേസ്ബുക്കാണ്. വേറെ വ്യത്യാസം. ഞങ്ങളൊക്കെ ഇന്ന് കുട്ടികളും ഫേസ്ബുക്ക് നോക്കണായിരുന്നു, ഞങ്ങൾ ഫേസ് കിതാബിന്റെ ആളുകളായിരുന്നു. 1ാം ദർസ് കഴിഞ്ഞാൽ ഒരു വട്ടളിഞ്ഞിരുത്തണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫത്തുൽ മീൻ, ആൽഫി, അതൊക്കെ അന്ന് വായിച്ചു ഓതി കൊടുത്തിരുന്നത് ഞാനായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും കൂടി ഇരിക്കും, വായിച്ചു ഓതി കൊടുക്കും. എന്നിട്ട് ചില ആൾക്കാർ പിന്നെ തെർക്കീബൊക്കെ നന്നാക്കും, പിന്നെ ചില ആളുകൾ എഴുതിയെടുക്കും. കന്നാസിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കന്നാസിൽ കുറച്ച് വെള്ളം കൊണ്ടൊക്കെ തക്കാളി പൊട്ടി ഉണ്ടാവും, അവിടാണ്ടിരിക്കും. എന്നിട്ടാണ് സഞ്ചാന്റെ അസലൊക്കെ പഠിച്ചിരുന്നത്. ചൊറിഞ്ഞ് പഠിച്ചുകൊണ്ട് ബ്ലഡൊക്കെ ആകെ ചോര പൊട്ടിയിരുന്നു. നിങ്ങളെ കുറിച്ചല്ല, പൊതുവെ പല സ്ഥലത്തും മുത്തഅല്ലിമീങ്ങൾ ആഞ്ഞു നോക്കാണ് മൊബൈലിക്ക്. ഇതിപ്പോ സഞ്ചാന്റെ അസലെടുക്കൊന്നുമല്ല, ലമീർ പലയിടത്തേക്കും മടങ്ങണമുണ്ട്. അതാണ്, കിതാബുക്ക് മാത്രമല്ല. ഞങ്ങളെ കുറിച്ചല്ല, പൊതുവെ ചിത്രം പറയാം. അതുകൊണ്ട് ഇൽമിന്റെ മതിലാടി പോണു കണക്കുണ്ട്. സുബ്ഹാനമഞ്ചല്ല മക്കളെ, ഇത് ഹലാലിന് വേണ്ടി ഉപയോഗിച്ചാലും മെമ്മറി പോകും. ഇത് ഇറക്കിയ ആള് അമ്മനോട് പറഞ്ഞ ഉപയോഗിക്കരുത് എന്നാ, ഭാര്യക്കും കൊടുത്തിട്ടില്ല. ഇത് മൊബൈൽ ഇറക്കിയ ആള് വീട്ടുകാരോട് പറഞ്ഞ ഉപയോഗിച്ചു പോരുത്, കാരണം സാധനം മോശമാണ്, തലച്ചോറ് തിന്നു. അതാണ്.
നല്ലതിന് വേണ്ടി നോക്കിയാൽ മെമ്മറി പോകുന്നു. അതുകൊണ്ടല്ലോ ഇന്ന് മുന്നിൽ ഒരു സാധനം വെക്കാതെ വേറെ പറയാൻ പറ്റുന്ന ആൾക്കാർ എത്ര ഉണ്ട് പുതിയ യുഗത്തിൽ? പുതിയ പ്രഭാഷകന്മാരെ ഞാൻ ചോദിക്കാൻ ഇത്ര ആളുണ്ട്. ഇത് കണ്ട് തുറക്കും ആദ്യം, എന്നിട്ട് അയക്കാണ് നോക്കൂ, റേഞ്ചാണ്ട് പോയ വേലാണ്ട് കേട്ടോ. നാട്ടിക മൂസോസ്താവ് ഒരു തമാശ പറഞ്ഞു. ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്താണ്ട് കുത്തുബോധം കയറിയ ആള് മിമ്പറിന്റെ ഉള്ളിൽ നിന്ന് മുമ്പ് കവി പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു. അപ്പൊ പേപ്പർ പാറി പോയിക്കണ എടുക്ക്. കവി പറഞ്ഞ പറയാൻ മൂപ്പർക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല, കയ്യിൽ നിന്ന് പേപ്പർ വയ്ക്കണം. അപ്പോഴിയാളിങ്ങനെ അതാണ് നമ്മളെ കവി പറഞ്ഞ പോലെ, കവി പറഞ്ഞ പോലെ കവി സംഗതി പറഞ്ഞിരിക്കണം, പക്ഷെ മൂപ്പരിന്ന് കവി പോയിക്കണം. അവസാനം ഒരാൾ ബാക്കെന്ന് പറഞ്ഞു, ഇന്നാ മൂല്യരെ ബാക്കിയാണ്ട് ഓതിക്കോളി, കവി പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഖത്തീബിന്റെ വാപ്പ ഒന്നാം സഫിൽ ഇരിക്കുന്നുണ്ട്. ഖത്തീബിന് പറഞ്ഞാലേ കവി പറയാതെ എന്റെ മോൻ പറയില്ല. അങ്ങനെ പള്ളിയിൽ തന്നെ അടിയുണ്ടായി. ഇന്ന് കാറ്റ് വന്നാ പാറിപ്പോണ ഇൽമാണ്. കാരണം എന്താ? ഈ സാധനം വന്നോടുകൂടി മെമ്മറി അങ്ങോട്ട് പോയി. ഈ സാധനം ഇറങ്ങിയോടുകൂടി മെമ്മറി അങ്ങോട്ട് പോയി. അവിടെയാണ് അബൂശാക്കർ തളങ്ങണത്. ഒരു പേപ്പറും കയ്യിൽ വെച്ചിട്ടുണ്ടാവില്ല. 3 മണിക്കൊക്കെ വേള നിൽക്കുക. അതിന്റെ ഇടയിൽ കവി പറഞ്ഞമാതിരി കവി പറഞ്ഞായിരുന്നു പറയില്ല. കാവ്യാണ്ട് പറഞ്ഞമാതിരി എന്ന് പറഞ്ഞാൽ കവിത എഴുതിയിട്ടുണ്ടാവും. അബൂശാക്കറിന്റെ കവിതയെന്ന് ഞാൻ പഠിച്ചത്, വൈലത്തറിന്റെ കവിതയെന്ന്. പിന്നെ ആ കിതാബിലൊക്കെ കവി الباب الموت باب فكل الناس داخله يا ليت شعري بعد الموت ما الدار الدار دار نعيم إن عملت بما يرضي الإله وإن خالفت فالنار وما داران للمرء غير ما للمرء غيرهما فاختر لنفسك يا دار تختار ما للأناس سوى الفردوس منزلة وإنها فوق فوة فالرب غفار. ഇതൊക്കെ കണ്ട് പാടിയിട്ട് അർത്ഥം വെച്ചാണ്ടല്ലോ അറിയാത്ത ഒരൊറ്റ മനുഷ്യന്മാർ. ഇന്നോ കവി പറഞ്ഞാരി കുറെ പ്രസംഗമാണെങ്കിൽ പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ച മാറ്റി എതിരാളിയെ നേരിട്ടുകൊണ്ട് പ്രസംഗിച്ചു. ഞങ്ങൾ ആക്ഷേപിക്കാൻ വരില്ല, ഞങ്ങൾ എത്ര സ്ഥലത്താണ് 200 ഉണ്ടാക്കിയെന്നറിയോ? അങ്ങനെ 200 ഉണ്ടാക്കിയ കഥ അങ്ങനെ എണ്ണി പറയാൻ തുടങ്ങി. കോഴിക്കോട് ഒരു 200 ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. തിരുവനന്തപുരത്ത് ഒരു 200 ഉണ്ടാക്കി, തൃശ്ശൂർ ഒരു 200 ഉണ്ടാക്കി. ആർക്കും മനസ്സിലാണ് യാജേര് പറഞ്ഞ 200 എന്താണ്. അവസാനം വണ്ടി കയറാൻ നേരത്തെ സ്വന്തം പാർട്ടിക്കാരെന്നാണ്ട് ചോദിച്ചു, അല്ല ആചാര്യ നീ മറ്റുള്ളവർക്ക് ചോദിക്കുമല്ലേ, നമ്മളിപ്പോൾ നിങ്ങളൊരു 5-8 200ന്റെ കഥ പറഞ്ഞു, എന്താ ഇപ്പം 200 എന്ന് വെച്ച്. ആ പറഞ്ഞ് മുണ്ടലയുടെ ഹംക എനിക്കും തിരിഞ്ഞില്ല ഞാൻ. കാരണം ഓഫീസിൽ നിന്ന് ആരോ എഴുതി കൊടുത്താണ്, അത് മനപ്പാടാക്കിയിട്ട് വന്നിട്ട് പ്രസംഗിക്കണം. 200 ഉണ്ടാക്കി. അപ്പോൾ ഒരാൾ വിളിച്ച് ശരിക്കും ലേറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ എന്താ നിങ്ങൾ സൂ ഉണ്ടാക്കിയെന്ന Z2 വായിച്ചതാണ്, മൃഗശാല ഉണ്ടാക്കി. അപ്പൊ 200 ഉണ്ടാക്കി. ഇങ്ങനെയല്ലെന്ന് കുറെ പ്രസംഗം, യുക്തിവാദികളെ പ്രസംഗം എന്ന് കേട്ടോ കണ്ണി വെറും 200 ഉണ്ടാക്കലാണ്. എന്താണ് ആ പറയുന്ന അറ്റിക്ക് തിരിക്കുക. ഈ ജബ്ബാർ മാഷൊന്നും ശരിക്കും അറബി മഖ്റജ് തന്നെ വഴങ്ങൂലല്ലോ. സഹാദത്ത് എന്ന് പറയും, സഹാദത്ത്. എന്നിട്ടാണ് പാൻറ് ഇട്ട് കാണും മുത്തു റസൂൽ വിമർശിക്കുന്നത്. അറബി പഠിക്കാത്ത പഠിച്ച്. ചിന്തിക്കണേ. അബൂശാക്കർ എന്ന് കേക്കയം കോയ മുസ്ലിയാർ 10-11 മണിക്ക് വേളാണ്ട് തുടങ്ങിയാൽ 3 മണിക്ക് 3:30 മണിക്കൊക്കെ കഴിഞ്ഞ പാഠങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ന കൊച്ചുകുട്ടിയാണ്. ഒരൊറ്റ മനുഷ്യന് ഇരുന്ന സ്ഥലം വിരല് വെച്ചോടത്തന്നായിരിക്കും. അന്ന് ചെറിയ ഓലയില ഞങ്ങളൊക്കെ ഇരുത്ത. ഈർക്കലിന്റെ അവിടെ വിരല് അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എണീക്കുമ്പോ ആ ഓലന്റെ ഫോട്ടോസ്റ്റാറ്റ് കാൽമുണ്ടാവും, ആണ്ടുകൊണ്ട് ഇളകിയിട്ടുണ്ടാവില്ല. കാരണം എന്താ? അതൊരു വേളായിരുന്നു. കൽബെന്ന് കൽബുക്കുള്ളായിരുന്നു. ഭാഷ മാധ്യമല്ലേ, ഭാഷ വിഷയമല്ലല്ലോ. ഔലിയാക്കൾക്ക് ഭാഷ വേണ്ടല്ലോ. ഇതാ മഹാനരായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു വഫാത്തായിട്ട് അവരുടെ ജനാസ വീട്ടിൽ നിന്ന് ഖബറിലേക്ക് കൊണ്ടുപോയത് 8 ലക്ഷം ഔലിയാക്കളാണ്. അല്ലാ ആ കൊണ്ടുപോകുന്ന രംഗം കണ്ടുകൊണ്ട് 20,000 ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അത് വാള് കേട്ടത് കൊണ്ടല്ല, ജനാസ കണ്ടതുകൊണ്ടാണ്. അപ്പൊ ആ മനുഷ്യനെ കാണുന്ന രൂപത്തിൽ നേരെ കണ്ട എന്തായിരിക്കും അവസ്ഥ? അബൂശാക്കർ വേദിക്ക് കയറി വരുന്നത് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന മഹ്മൂദ് ടീച്ചർ എനിക്ക് ഓർമ്മയുണ്ട്. അയാൾ തുടങ്ങിയിട്ടില്ല.
രണ്ടാള് കൂടിയിട്ട് അദ്ദേഹത്തിന് ജീപ്പാണ് അന്ന്. ജീപ്പ് നിങ്ങളുടെ എടുത്ത് തോളിലേറ്റി സ്റ്റേജ് കണ്ട് വരുന്ന കണ്ടപ്പോ ഒരു തോർത്തുണ്ട് തോളിലിട്ടിട്ട് ഒരു ആചാര്യണ്ട് കരഞ്ഞു എന്നിട്ട് കണ്ണിങ്ങനെ തുറക്കുന്നുണ്ട്. സലാം പറഞ്ഞ് തുടങ്ങിയിട്ടില്ല വേള്. ഞാൻ മനുഷ്യൻ നിരകാണ്ട് പറഞ്ഞ ഇയാളെ അവസ്ഥ എന്തായിരിക്കും? പറമ്പേ കൊടുക്കുള്ളൂ. അദ്ദേഹത്തിന്റെ നെവറിന് പോലും അത്ര ഒരു മൂർച്ച ഉണ്ടായിരുന്നു, ശേഷി ഉണ്ടായിരുന്നു. ചിന്തിക്കണേ ചിന്തിക്കണേ, മന്ത്രത്തിന് വല്ലാത്ത ഫലമുള്ള മനുഷ്യനായിരുന്നു. കാരണം അദ്ദേഹം സ്വലാത്തിന്റെ ആളാ, ഹംസത്തുൽ ഖറാറിന്റെ ആളാണ്. ഹംസത്തുൽ ഖറാർ അമ്മിൽ മുസ്തഫ അസദില്ലാഹി വസയ്യിദി ശുഹദാഇ എന്ന് സ്റ്റേജിൽ നിന്ന് മലയാളികൾ ഒരു ഉസ്താദിന്റെ അതരത്തിൽ നിന്ന് അടർന്നു വീഴുന്നത് കേട്ട് മനഃപ്പാടമാക്കിയിട്ടുണ്ടെങ്കിൽ അതാ കാലും കൈമില്ലാത്ത പകുതി മനുഷ്യന്റെ നാവിൽ നിന്ന് അസറോടെ ഉസറോടെ വന്നിരുന്ന തവസ്സുൽ ബൈത്താണ്. കൈയില്ലാത്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഹ്രസ്വായുസിനിടയില് ഹംസത്തുൽ ഖറാറിനെ കുറിച്ച് പ്രൗഢമായ ഒരു മൗലിദ് രചിച്ചിട്ടുണ്ട്. അത് അബൂസാക്കറയുടെ നിലനിൽക്കുന്ന കറാമത്താണ്. കാരണം ഇൽമിനെ വെല്ലുന്ന കറാമത്തില്ല. ആ മൗലിദ് അദ്ദേഹത്തിന്റെ അസറാണ്. വനഹനു നക്തുബു മാ ഖദ്ദമു വആസാറഹും എന്നതിന്റെ തഫ്സീർ എടുത്തു നോക്കൂ. മിൻ ഇൽമിൻ അല്ലമൂ വമിൻ കിതാബിൻ അല്ലഫൂ എന്ന് ഇസ്മായിലുൽ ഹഖ് രേഖപ്പെടുത്തിയത് കാണാം. ഈ രണ്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. താലീം ഉണ്ടായിരുന്നു, തഅലീഫ് ഉണ്ടായിരുന്നു. നീ എന്താ ഒരു മനുഷ്യന്റെ കറാമത്ത്? ഇമാം ബുഖാരിയുടെ ഏറ്റവും വലിയ കറാമത്ത് എന്താ? സ്വഹീഹ് ബുഖാരിയാണ്, അല്ലാതെ മേൽക്കൂടി പറക്കലല്ല. ഇപ്പൊ കറാമത്താണെങ്കിൽ വെള്ളം ഊതിയിട്ട് ആണ് കൊടുത്ത സോക്കട് മാറും. എന്നാ കറാമത്ത്? അത് അയ്യപ്പൻ ഊതിയാലും സോക്കട് മാറുടോ, അത് പറങ്കോട് ഊതിയാലും മാറും, ചിലപ്പം പെരുമ്പാമ്പ് ഊതിയാലും മാറും. പെരുമ്പാമ്പിന് ഊത്താല്ല പണി, അത് ആരൂതിയാലും മാറും. അത് വലിയ ഊതിയാലും ചിലപ്പോൾ മാറും. വലിയ ഊതി മാറുകയാണെങ്കിൽ നമ്മൾ അതിന് കറാമത്ത് എന്നൊക്കെ പറയും. മറ്റൊരു ഊതി മാറുകയാണ് ഇസ്തറാജും പേരും. രണ്ടും ഒന്ന് തന്നെയാണ്, പേര് മാറിക്കോളും. ഒന്ന് ശൈത്താന്റെ സപ്പോർട്ട്, മറ്റൊന്ന് മൽക്കിന്റെ സപ്പോർട്ട്. അബൂസാക്കർ അതിൽ മോശമായിരുന്നോ? അതിൽ ഉഷാറായിരുന്നു. ഒരു ഹൈന്ദവനായ സുഹൃത്തിനെ പാമ്പ് അടിച്ചു. എന്താ അദ്ദേഹത്തെ പേര് മറന്നുപോയി, ഭാസ്കരൻ. ഭാസ്കരൻ പാമ്പ് കടിച്ചിട്ട് നിലം പൊത്താൻ സമയത്താണ് അവരെടുത്ത് കൊണ്ടുവരുന്നത്. മന്ത്രിച്ചിട്ട് എണീപ്പിച്ചില്ലേ? മന്ത്രത്തിന് ഫലമുള്ള തേർത്തിയുള്ള ആളല്ലായിരുന്നു. ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലും സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചിട്ട് ഭ്രാന്ത് മാറ്റിയ മഹാനല്ലേ KKM കോയ മുസ്ലിയാർ. അപ്പൊ നാവിന് അസറുണ്ട്, അതിന് മാത്രമല്ല ആവശ്യമുള്ള സമയത്തൊക്കെ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്തൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരാളായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ പുരയിൽ ഇരുന്നാൽ മതിയായിരുന്നു, വാല് നിർത്തായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ കവാടത്തിൽ ടോക്കം പിടിച്ചിട്ട് ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് മാത്രം വലിയ വിഷയമായിട്ട് തെരഞ്ഞെടുത്തില്ല. ഇടയിൽ അതൊക്കെ ചെയ്തിരുന്നു എന്ന് മാത്രം, ഉമ്മത്തിന്റെ ഉപകാരത്തിന്. ചിന്തിക്കണേ ചിന്തിക്കണേ, ഒരാലിമിനെയും ആക്ഷേപിക്കാത്ത ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ചേരിതിരിഞ്ഞ പോരാട്ടം നടക്കുമ്പോഴും പോരാട്ടത്തിന്റെ പടക്കം മുഴുകുന്ന വേദിയിലൊന്ന് ഇരിക്കാൻ താല്പര്യമില്ലാത്ത മുത്തഇലായ വാഇല, നാവ് വളരെ ശ്രദ്ധിച്ചിരുന്ന പണ്ഡിതനാണ്. അന്ന് ചെറിയ ചേരിതിരിവും പോരാട്ടമുള്ള സമയമായിരുന്നു അദ്ദേഹത്തിന്. 95 എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമയം, അതിന്റെ മൂർധന്യ ദിശയുള്ള സമയമായിരുന്നു. പക്ഷെ അദ്ദേഹം ഏതെങ്കിലും ഒരു ആലിമിനെ നഖശിഖാന്ത് എതിർക്കുന്നതോ ഈബത്തിന് പ്രോത്സാഹനം നിങ്ങൾക്ക് കൂടെ ഇരിക്കുന്നോ നമ്മളാരും കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അതിന്റെ ആളായി. ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേ, കാലും കയ്യുമില്ലാത്ത ഈ മനുഷ്യന്, അവയവങ്ങളിൽ പലതിനും ബലഹീനതയുള്ള ഈ മനുഷ്യന്, അരമുറിയാം മനുഷ്യനായി കാണാതെ താഴെ ഭാഗത്തിലൂടെ നടന്ന് ആളുകളുടെ തോളിലേറി സ്റ്റേജിൽ കയറി പ്രസംഗിച്ചിരുന്ന ആ മനുഷ്യന് 20 പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലോ കഅബയുടെ കറുത്ത കില്ല പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു ഉണ്ടാക്കിയ കറാമത്തിന്റെ സ്ഥാപനമാണ് ദാറുൻ നജാ. നിങ്ങളൊക്കെ അവരുടെ പ്രാർത്ഥനയുടെ ആധാറുകളാണ്. ചില പ്രാർത്ഥനയ്ക്ക് ഒരു അലയൊലിയുണ്ട്, അത് ഖിയാമത്ത് നാൾ വരെ നിലക്കും. അത് നമ്മളൊന്ന് തൊട്ടുകൊടുത്താൽ മതി.
ഞാൻ ഇപ്പൊ ചെയർമാൻ അദ്രാമുലരോട് പറഞ്ഞു, ഈ സ്ഥാപനം കൊണ്ട് ആഖിറത്തിൽ ഏറ്റവും ഉപകാരം കിട്ടിയത് എന്റെ എളിയ അറിവ് വെച്ചുകൊണ്ട് ഒരു പക്ഷങ്ങൾക്കായിരിക്കുന്നു. കാരണം ഈ 300 ചില്ലാൻ മക്കളെയും പോറ്റാൻ ആ മനുഷ്യൻ ഓടി നടക്കുന്നത് എനിക്ക് അസൂയ തോന്നുകയാണ്. ഞാൻ ഒരു വേള ആ റൂമിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, ഞാനൊരു അദ്രാമുസ്ലിയാരായില്ലല്ലോ. അതൊന്ന് കണ്ണടച്ചിട്ട് ലാസ്റ്റ് ശ്വാസം വന്ന് നോക്കണം, അപ്പോൾ ഇതിന്റെ ഉപകാരം അറിയാം. ഇത്രയും കുട്ടികളെ പോറ്റാൻ അദ്ദേഹം ഓടി നടക്കുകയാണ്. അള്ളാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. അതിന്റെ ഖൈറും ബർക്കത്തൊക്കെ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ. പിന്നെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്മിറ്റി മെമ്പർമാരുണ്ട്. എല്ലാവരും ഞാൻ ചെറുതാക്കില്ല, അദ്ദേഹത്തെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അള്ളാഹു തആല അതിന്റെ ഖൈറാത്ത് ഇരുലോകത്തും പ്രദാനം ചെയ്യട്ടെ. പിന്നെ നബിയിൽ ദാറുൻ നജാത്ത് നജാത്തിന്റെ അമലങ്ങൾ ചെയ്യുന്നത്. കാരണം ഈ ലോകത്ത് കിഡ്നിക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്, ബ്ലോക്കിന് വേണ്ടി, പാവങ്ങൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി ഒക്കെ നല്ലതാ. പക്ഷേ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നതും അതിനുവേണ്ടി നെട്ടോട്ടം ഓടുന്നതും അതിന്റെ മേലെ ഇനി ഈ ലോകത്തൊരു ചാരിറ്റി പ്രവർത്തനം ഇല്ലേ? ഇല്ല. എന്തുകൊണ്ട്? ഈ ലോകത്തെ ഏറ്റവും വലിയ രോഗം ക്യാൻസർ അല്ല, ജഹാലത്താണ്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ മഅഹു ദവാ. രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ മരുന്നുണ്ടാകും. ആ ഹദീസിന്റെ ചില ശറഹിൽ കാണാം, ഈ ലോകത്തെ ഏറ്റവും മാരകമായ രോഗം ജഹാലത്താണ്. അതിന് അള്ളാഹു ഇറക്കിയിട്ടുള്ള മരുന്ന് ഇൽമാണ്. അത് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ ഹോസ്പിറ്റലാണിത്, ദാറുൻ നജാ. ഇതിന്റെ സ്ഥലത്ത് ഇഞ്ഞൊരു ഹോസ്പിറ്റലെത്തില്ല. മറ്റുള്ള ഹോസ്പിറ്റൽ മുഴുവനും കിഡ്നിക്ക്, ലിവറിന്, കുടലിന്, നരമ്പിന് നല്ല കാര്യമാണ്. പക്ഷെ അത് റൂഹിന. ഇതുകൊണ്ടുള്ള ഉപകാരം തുടങ്ങണേ ഖബർ മുതലാണ്. ഇതിന്റെ മേലെ ഒരു ഹോസ്പിറ്റൽ ഇല്ല. ഈ ഇരിക്കുന്ന ഡോക്ടർമാരെ മേലെ ഡോക്ടർമാരില്ല. ഏറ്റവും വലിയ ത്വബീബ് ഈ ഇരിക്കണൊക്കെയാണ്. ആ ത്വബീബ് അലിഫ്ലാമിനുള്ളിൽ കയറി ത്വബീബ് ഇതാണ്. അതിന് മേലെ ഇല്ല. ചിന്തിക്കണേ. ഏറ്റവും വലിയ ത്വബീബായിരുന്നു അബൂ ശാക്കറ എന്ന് കേൾക്കാൻ മുസ്ലിം. സ്റ്റേജിൽ നിന്ന് മരുന്ന് കൊടുത്തിരുന്ന, ഈ ഉമ്മത്തിന് മരുന്ന് കൊടുത്തിരുന്ന ത്വബീബായിരുന്നു. നമ്മളൊക്കെ നാളത്തെ ത്വബീബുകളായി മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ എന്താവണം? ഇമാം യാഫ്ഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ അബൂ ശാക്കിറ എന്ന കേക്കയും കോയ മുസ്ലിയാരെ മനസ്സിൽ വെച്ചുകൊണ്ട് വാള് പറയാൻ എനിക്ക് ഹയാ ആണ്. കാരണം അവര് പറയുന്ന അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മുത്തഇല ഇന്ന് കവറിന് വേണ്ടി പടപ്പാട്ട് പാടുന്ന തിരക്കിലാണ്. തഖ്വയില്ലാത്ത എത്ര ആളുകളാണ് തഖ്വ കൊണ്ട് വല്ലാതെ പ്രേരിപ്പിക്കുന്നത്, വസിയത്ത് ചെയ്യുന്നത്, ഗിർവാണം നടത്തുന്നത്. അത് രോഗിയായ, മാരക രോഗിയായ ഡോക്ടർമാര് ചെറിയ രോഗിയെ മരുന്ന് കൊടുത്ത് ചികിത്സിക്കും പോലെയാണ്. എന്നാൽ അബൂ ശാക്കിർ അങ്ങനെയല്ല. അവർ ലുഹായുടെ ഫളായിൽ പറയുന്ന ആളാണെങ്കിൽ ലുഹാ നിസ്കരിക്കുമായിരുന്നു. അവർ തഹജ്ജുദിന്റെ ഫളായിൽ പറയുന്ന ഉസ്താദാ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. അവർ സ്വലാത്തിന്റെ മഹിമ ഗംഭീരമായി പ്രസംഗത്തിൽ കൊണ്ടുവരുന്ന ആളാ. സ്വലാത്ത് ചൊല്ലിയിരുന്നു. അവർ ഹംസത്തുൽ ഖറാറിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്ന പണ്ഡിതനാ. അത് ഖൽബിൽ നിന്നുള്ള മഹബത്ത് കൊണ്ട് പറഞ്ഞു പോകുന്നവരാ. അവര് മദീനയിൽ എത്തിയാൽ ഏത് പ്രാവശ്യവും ഉഹുദിന്റെ താഴ്വരയിൽ പോയി ഹംസത്തുൽ ഖറാറിന്റെ ഖബറിന്റെ അരികിലോ മണിക്കൂറുകൾ ദീർഘമായ ദുആയിലും മറ്റുമായി കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഇരുന്നിരുന്നത് കണ്ട മലയാളികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടത്തുന്ന ആളാണ് സ്റ്റേജിൽ വന്നുകൊണ്ട് ഹംസത്തുൽ ഖറാറിന്റെ മഹത്വം പറയുന്നത്. അത് ഖൽബിൽ നിന്നുള്ള മഹബത്തിന്റെ മദ്ഹാണ്. ചുണ്ടിൽ നിന്നുള്ള കൃത്രിമമായ വാചകങ്ങളല്ല, വായിൽ വെള്ളം കുപ്പിക്കുന്നത് പോലെയുള്ള മയ്യിത്തായ അക്ഷരങ്ങളല്ല. ജീവിച്ച ഭാഷയാണ്. അത് മനുഷ്യന്റെ മനസാന്തരത്തിന് കാരണമായിരുന്നു. പല കള്ളുകുടിയന്മാരും അവരുടെ വാത് കേട്ടുകൊണ്ട് കള്ളുകുടി ഒഴിവാക്കിയിരുന്നു. നിസ്കരിക്കാത്ത പലരും നിസ്കാരം തുടങ്ങിയിരുന്നു. പള്ളിയിൽ കയറാത്ത പല ആണുങ്ങളും പള്ളിയിൽ ജമാഅത്തിന് കാർക്കശ്യം പുലർത്തിയിരുന്നു. ഇത് അബൂ ശാക്കിറ എന്ന അരമുറിയൻ മനുഷ്യൻ സ്റ്റേജിൽ കയറി അള്ളാഹുവിന്റെ ദീന തഖ്വയോടെ പറഞ്ഞ വാള് കേട്ടുകൊണ്ടിരിക്കുമ്പോ ചില ആൾക്കാരെ കള്ളുഷാപ്പൊക്കെ നോക്കണം, അടക്കാൻ സമ്മതിക്കണോ? ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ പോകാൻ. ഇന്ന് വാളിൽ എവിടെ തഫ്സീറുള്ളത്?
പരമാവധി പറഞ്ഞാൽ ചിലപ്പം പിരിവ് കിട്ടും. പക്ഷേ നിസ്കരിക്കണം തീരുമാനിക്കണം എത്ര ആളുകളുണ്ട് താരിഖു സലാത്ത്? നിസ്കാരം ഒഴിവാക്കിയ ദീനുണ്ടോ? അബൂസാക്കറിന്റെ വാതിൽ നിന്ന് അറിഞ്ഞിരുന്നു ഒരു നിസ്കാരത്തെ കുറിച്ചൊക്കെ കണ്ട് പറഞ്ഞാണ്ടല്ലോ. ഞാൻ അവസാനം അവരുടെ വാല് കേട്ടത് ചെറിയ മുണ്ടത്ത് സ്കൂൾ മുറ്റത്ത് വെച്ചുകൊണ്ടാണ്. അന്ന് ഞാൻ തഖ്വീൽ ലിസാൻ ഓതുന്ന ആളാണ്. പിന്നെ ഞാൻ വാല് കേട്ടിട്ടില്ല. അന്ന് റമദാനായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചിട്ട് അബൂസാക്കറുടെ വാല് കേൾക്കാൻ വേണ്ടി ആ തറാവിന് ശേഷം നേരെ അങ്ങോട്ട് പോയി. അപ്പൊ അദ്ദേഹം ഖിയാമത്ത് നാളിലെ അടയാളം എന്നുള്ള വിഷയമാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ആ 15 അടയാളങ്ങളുള്ള ഹദീത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് മൈക്കിന്റെ നേരെ കണ്ട് നിന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ശ്വാസം വലിച്ചിട്ട് ആ മനുഷ്യന്റെ ഒരു 1.5 മണിക്കൂർ സദസ്സ് മൊത്തം ഖിയാമത്ത് നാളിന്റെ ഒരു പ്രകമ്പനത്തിലായിരുന്നു. മനുഷ്യന്റെ ഉള്ളിൽ ഒരു സൽസലത്ത് ഇങ്ങനെ. അദ്ദേഹം ഭൂമി ഉൽക്കത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ഞങ്ങളിങ്ങനെ നോക്കിയാൽ എവിടെയെങ്കിലും കുലുങ്ങുണ്ടോ? ഭാഷയ്ക്ക് ഒരു വലിയ മൂർച്ച ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് കാഫറായി ചത്തുപോകുന്ന ആദ്യകാലത്ത് ദ്വാരുന്ന ഉടനെ ഉത്തരം കിട്ടിയിരുന്ന ചില മഹാന്മാരുടെ ചരിത്രം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഉലമാവൊക്കെ അങ്ങനെയാണ് കരയാ, എന്തേ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നുള്ള പേടിയിൽ ചിന്തിക്ക. അതായിരുന്നു അദ്ദേഹത്തിന്റെ വേള്. അതിന് മനസ്സ് കൊടുക്കുന്നതാണ്. നാവിന്റെ തലപ്പിന്ന് വായിൽ വെള്ളം കുപ്പിളിക്കുന്ന പോലെ കുറച്ച് ഭാഷകൾ ഛർദിക്കല്ലായിരുന്നു, ഉള്ളിന്ന് കൊടുക്കുന്ന മരുന്നായിരുന്നു. നമ്മൾ അങ്ങനെ ആവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ അനുസ്മരണം നടത്തുമ്പോൾ പ്രഥമമായി എന്നെ പ്രതിക്കൂട്ടിലാക്കി നമുക്കുള്ള നസീഹത്തും കൂടി ഞാൻ തന്നതാണ്. അദ്ദേഹത്തിന്റെ അനുസ്മരണം അതിൻ്റെ ഉള്ളിൽ മജ്ജയാണെന്ന് മാത്രം. ദീർഘമായി പറയുന്നില്ല, പറയേണ്ടതില്ല. എനിക്ക് നാളെ വളരെ ലോങ് കാസർഗോഡ് പരിപാടി, സുബൈക്ക് വേറെയും പരിപാടി ഉണ്ട്. അതുകൊണ്ട് ദീർഘമായി പറയുന്നില്ല. വളരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഡേറ്റ് കൊടുത്ത്. അബൂസാക്കറയുടെ അനുസ്മരണത്തിന് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ എനിക്ക് തന്നെ തോന്നി അത് പറയണമല്ലോ. എന്തെങ്കിലും ഒന്ന് പോയി അദ്ദേഹത്തെ അളന്ന ആഴത്തിൽ പറയാൻ എനിക്ക് കഴിയില്ലെങ്കിലും എന്റെ പരിമിതമായ അന്വേഷണം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പറയാൻ ഒരു ആഗ്രഹം അങ്ങനെ വന്നതാണ്. അള്ളാഹു താല കേട്ടതും പറഞ്ഞൊക്കെ അള്ളാഹു കബൂലാക്കി തട്ടെ. ദീർഘമായിട്ടൊന്നും പറയണ്ട. മുത്താലിമീങ്ങളെ, നമ്മൾ ഈ ഫീൽഡ് ഉണ്ടല്ലോ, ഇതിന്റെ നിലയും വലിയ നിങ്ങൾ അറിയണം. കാരണന്മാരെ, നിങ്ങൾ അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെയും സ്വർഗത്തിന്റെ അടിയിൽ തടസ്സം മരണം മാത്രം, വേറൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ ആയുസ്സിലെ ഏറ്റവും വലിയ അന്തസ്സാണ്. നിങ്ങൾ എഴുതി വെച്ചോളി. ഞാൻ നിങ്ങളൊപ്പം സ്വർഗത്ത് കിടക്കുകയാണെങ്കിൽ സൈഖാൻ ചെയ്തിട്ട് അവിടെ നമുക്കിത് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം എനിക്ക് വയൽ പറഞ്ഞാൽ കവർ വരും. പക്ഷെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിന് കവറുണ്ടോ? ഞങ്ങളൊക്കെ ശമ്പളം വാങ്ങിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കൂലി പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ അതും വാങ്ങാത്തവരാ. അപ്പൊ നിങ്ങൾക്ക് നേരാണ്ട് പോയി കൊടുത്താൽ മതി, ആര് കിട്ടും. പിന്നെ ഈ കുട്ടികളൊക്കെ നിങ്ങൾക്ക് ശഫാത്ത് ചെയ്യും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അബൂസാക്കറയുടെ അതേ പ്രായത്തിൽ വഫാത്തായ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അതും തുടങ്ങുന്ന അബു തന്നെയാണ്. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നബവി റളിയല്ലാഹു അൻഹു. വിവാഹം കഴിച്ചിട്ടില്ല. കാരണം ഇൽമിന് ഖിദ്മത്ത് ചെയ്യുന്ന തിരക്കിൽ വിവാഹം മറന്നുപോയി. അവരെ കുറിച്ച് മഹാന്മാര് പറയുന്നത് അവർ കല്യാണം കഴിച്ചത് ഇൽമിനെയാണ്. അവര് ദർശെടുത്ത സമയത്ത് വാപ്പമ്മ അന്നത്തെ ഒരു പരീക്കുട്ടി ആയിഷയായിരുന്നു. അവർക്ക് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരിങ്ങനെ ചർച്ച ചെയ്യണം. നമ്മളെ മോൻ വലിയ ആലിമായി, ഓന്റെ അടുത്ത് വലിയ ഔലിയാക്കൾ തന്നെ വന്ന് ഓതുന്നുണ്ട്. നമ്മൾ ഈ പുകകളായി ഇനി അവനങ്ങോട്ട് സ്വർഗത്ത് കണ്ടുപോയി നമ്മളൊക്കെ നാളെ ആഖിറത്തിന്റെ കാര്യം എന്താണെന്ന് വാപ്പിയമ്മ ആശങ്കാപരിതരായി നാളത്തെ അവസ്ഥ ഓർത്തുകൊണ്ട് മോന്റെ അവസ്ഥ ഓർത്തുകൊണ്ട് കമ്പയർ ചെയ്തിട്ട് അവർ സങ്കടപ്പെടുക. ഇത് അവരെടുത്ത് ഓതുന്ന മുത്താലിമ കേട്ടു. ആ മുത്താലിം നേരെ പോയിട്ട് ഉസ്താദിനോട് പറഞ്ഞു, വാപ്പിയമ്മ ഇങ്ങനെ ബേജാറിന്റെ വർത്താനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇൽമായി, നിങ്ങൾ വലിയ ആലിമായി, നിങ്ങൾ അടുത്തന്നെ ഉലമാ ഓതുന്നുണ്ട്, അവരെ നാളത്തെ അവസ്ഥ എന്താവും, നിങ്ങൾ സ്വർഗത്ത് കണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പിയമ്മ സങ്കടം പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ 40ഓളം ആയില്ല എന്നൊരഭിപ്രായം, 40 കഴിഞ്ഞുള്ളൂ എന്ന് മറ്റൊരഭിപ്രായം. ആ മഹാനായ അബൂ സക്കരിയ സടകുടഞ്ഞെഴുന്നേറ്റ് ഉമ്മാന്റെ അരികിലേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മാ, 9 മാസം ഞാൻ കഴിഞ്ഞത് നിങ്ങളെ ഉദരത്തിലാ. ആ 9 മാസം എനിക്ക് അന്നവും വെളിച്ചവും വായും വെള്ളവും ഓക്സിജനും നിങ്ങളുടേതാ. ഞാൻ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാ നിങ്ങൾ ചോഷിച്ചത്, ക്ഷീണിച്ചത്. നിങ്ങളെ കാലിലേക്ക് നീരിറങ്ങിയില്ലേ, ഉറക്കത്തിന് ബാധിച്ചില്ലോ, കൊണ്ട് വേദനിച്ച് എന്നെ പ്രയാസപ്പെട്ട് പ്രസവിച്ച എന്നെ നിങ്ങൾ പിന്നെടുത്ത് പാലൂട്ടിയില്ലോ. ഉമ്മാ, നിങ്ങളുടെ കാലിന്റെ ചുവട്ട ഈ പൊന്നുമോന്റെ സ്വർഗം. ഉമ്മാ, എനിക്ക് നാളെ സ്വർഗത്തിലേക്ക് പോകാനും ശഫാഅത്തിനുമുള്ള അധികാരം പരലോകത്തിന് അഥവാ കിട്ടിയെങ്കിൽ ഞാൻ ആദ്യം തിരയല് ഉമ്മാനെയാ. ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ സ്വർഗത്തിൽ പോകൂല്ല. അൽ വാലിദാനി ബാബാനി ലൽ ജന്ന എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞെങ്കിലോ, ഈ കുട്ടികളുടെ വാപ്പയില്ലേ ഉമ്മയില്ലേ, അവർക്ക് പരലോകത്തേക്കുള്ള സമ്പത്ത് മുതഅല്ലിമീങ്ങളല്ലേ.
അവർക്ക് വേണ്ടി അരിക്ക് വേണ്ടി പഞ്ചസാരക്ക് വേണ്ടി ബേക്കറിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവരില്ലേ? അവരുടെ ക്യാൻറ്റീനിന് വേണ്ടി പഠിത്തത്തിന് വേണ്ടി ഉപകരണങ്ങൾക്ക് വേണ്ടി ഉസ്താദുമാരുടെ ശമ്പളത്തിന് വേണ്ടി രാത്രിയും പകലും ഉറക്കൊഴിച്ച് വേർത്തൊളിച്ച് സേവനം ചെയ്യുന്ന ആളുകളില്ലോ? ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളുടെ ഉലമാഇന്റെ മുതഅല്ലിമീന്റെ ശഫാഅത്ത് പരലോകത്ത് കിട്ടുമേ. അതിന്റെ മേലെ ഒരു അമല് ഇല്ലേ? ഇല്ല. ഈ മുതഅല്ലിമീങ്ങൾ ഓതുന്ന ഒരു കിതാബാണ് ബൈളാവി, അൻവാറു തൻസീൽ അസ്റാറു തഅവീൽ. ഇമാം ബൈളാവിമാ ഇത് ഉണ്ടാക്കിയപ്പോഴാണെന്നറിയോ? അവരെ ശ്വാസം ഒളിച്ചിരുന്നിട്ട് അവർക്ക് ബോധം പോയി, ആളുകൾ മരിച്ചു എന്ന് കരുതി. അങ്ങനെ ഉങ്കാലത്തുണ്ടായിരുന്നത്, ശ്വാസം ഒളിച്ചിരിക്കുക മരിച്ചെന്ന് കരുതുക, മറമാടലൊക്കെ ഉങ്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫത്തുൽമീൽ അടക്കമുള്ള കിതാബിലുണ്ട് പാമ്പ് പിടിച്ചാൽ പെട്ടെന്ന് മറയരുത്. കാരണം ഇന്നത്തെ സംവിധാനം അന്നില്ല. ഇതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇത് നാട്ടിൽ നടന്നൊരു കാര്യമാണ്. ബൈളാവിമാമിന്റെ ശ്വാസം ഒളിച്ചിരുന്ന് ബോധം പോയി, നാട്ടുകാർ മരിച്ചു എന്ന് വിധി എഴുതി മയ്യത്ത് ഒളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബർ കൊണ്ടുപോയി മറമാടി. അവിടെ എത്തിയപ്പോഴാണ് ബോധം കിട്ടിയത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് പോലെ നേർച്ചാക്കി, ഞാൻ ഭൂമിന്റെ മുകളിൽ എത്തിയ ഉടനെ അഫ്ളലായ ഒരു അമല് റബ്ബിന്റെ ദീനിന് വേണ്ടി ചെയ്യുന്നു. ആ നേർച്ചം വീട്ടിയതാണ് തഫ്സീർ ബൈളാവി. അതിന്റെ മേലെ ഒരു അമലില്ല. അതുകൊണ്ടാണ് അതിന്റെ മേലെ അമലില്ല. ഉണ്ടെങ്കിൽ അതാ ഉംറക്ക് പോകാനാണെങ്കിൽ അതായിരുന്നു, അതില്ല. അതിന്റെ താഴെ ഇവിടുന്ന് ഞാൻ ഈറ്റാൽ ഒരു ദിവസം ഫുള്ളായിട്ട് പള്ളിയിൽ പോയിട്ട് ഇത്തിക്കാഫ് ഇരുന്നിട്ട് സുജൂദ് കിടക്കുന്നു വരാണെങ്കിൽ അതിന്റെ താഴെ. എന്തുകൊണ്ട്? ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത്. അതാണ്. ഞാൻ അതിന്റെ മേലൊന്നുമില്ല. ഇനി ഇൽമില്ലാതെ അമൽ ചെയ്തിട്ടും കാര്യമില്ല. മഅബൂദിനെ തിരിയാതെ സുജൂദ് ചെയ്താൽ കുത്തി മറിയാന്നല്ല അതിന് പറയുള്ളൂ. അതുകൊണ്ടല്ല വൈലുൽ മുസല്ലീൻ എന്നിട്ട് പരിശുദ്ധ ഖുർആൻ നിൽക്കണേ. പിന്നെ 1-2 സൂറത്തല്ലേ ഉള്ളൂ വൈലുൽ മുസല്ലീൻ. വൈലുൽ ആലിമീൻ, വൈലുൽ ആരിഫീൻ, വൈലുൽ മുഹിബീൻ ഇല്ലല്ലോ. അത് ഖുർആനിലില്ല. ഇവിടെ കാണിച്ചേരി വൈലുൽ ആരിഫീൻ എന്ന് ഖുർആനിലുണ്ടോ? വൈലുൽ മുസല്ലീൻ ഉണ്ട്. കാരണം അതിപ്പോ ഇൽമും ആരിഫത്തും മഹബത്തും ഇല്ലാതെ ആണ്ട് കുമ്പിട്ട് നമ്മൾ കുത്തി മറിയാന്ന് പറയും. പഴയ കാലത്ത് പറയലിന്റെ നിക്ക ഇരിക്കാന്ന്. കാരണം നിക്ക ഇരിക്ക. ഇപ്പൊ മൊബൈൽ വന്നോടുകൂടി അത് അങ്ങനെ തന്നെ ചെയ്യാം. ഇത് കൊണ്ട് ഓണാക്കിട്ട് മുമ്പിൽ വെക്കാം. എന്നിട്ട് ഇതിൽ അബാദ് സുന്നത്തപ്പെട്ട അയക്ക് പാളിയൊക്കെ നിസ്കാരത്തിന്റെ അടിയിൽ ഇതിന് സിറാത്തുൽ മുസ്തഖീം അപ്പൊ ഉണ്ടാവും ഇറങ്ങി തന്നെ. അപ്പൊ ഇപ്പൊക്ക് നോക്കുകയാണ് ആരാണ്? അലവിക്കുട്ടിയാണല്ലേ. എന്നിട്ടാണ് സിറാത്തല്ലദീന തല ഓതുന്നത്. അല്ലാഹു തആല നിസ്കാരം വെച്ച ലക്ഷ്യത്തിനാണ്. ആ ലക്ഷ്യവും നമ്മളും തമ്മിൽ എത്രയോ അകലെയാണ്. അല്ലാഹു അതല്ല ഒന്നിനും ഒരു ടേസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ നോമ്പ് കഴിഞ്ഞ ഉടനെ ഇപ്പൊ ദുൽഖാദ് ശവ്വാല് കഴിഞ്ഞു. ഇതൊക്കെ മൽഹർ ആഥാർ റമളാൻ. ശവ്വാലും ദുൽഖാദ് കയ്യിൽപ്പെട്ടല്ലേ. റമളാന്റെ ആധാർ ഈ സമയത്ത് ഒളിവായില്ലെങ്കിൽ എപ്പോഴാ ഒളിവാ? റമളാന്റെ ആധാർ എന്താ? തഖ്വയാണ്, പട്ടിണിയല്ല. കാരണം നോമ്പോക്കണമെന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. ഫമിൻ ശൈദ മിൻകും ശഹ്റ ഫല്യസും. അപ്പൊ തന്നെ പറയേണ്ട ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന്. നോമ്പിന്റെ ലക്ഷ്യമുണ്ട് തഖ്വ. അത് 200 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് പറഞ്ഞത് 30 ദിവസം പട്ടിണി എടുത്തിട്ട് മാരി വരെ പിടിച്ചിട്ട് മാരി ബാങ്ക് കൊടുത്താൽ പിന്നെ പിടിച്ചെന്നൊക്കെ കലാവ് ഒട്ടും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ സ്വർഗത്തിന് തോക്കനും കിട്ടി വെച്ചിട്ട് അസ്രായേൽ ഇങ്ങനെ മേപ്പിട്ട് പോയി കാത്തുക്കാണ് എപ്പോഴാണ് വരിക. നോമ്പിന്റെ ലക്ഷ്യമുണ്ട്. അത് 200 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചൂര് മണ്ണോട്ടോ കിട്ടിയിട്ടില്ല. കാരണം എല്ലാ കുൽമാലും പോയി ശവ്വാൽ തന്നെ ഇറങ്ങി. അത് റമളാനിലെ കുറെ ആൾക്കാർ ഇബ്ലീസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇബ്ലീസ് റമളാനിൽ ചങ്ങലയിലാണ്. പിന്നെ ഈ ഉമ്മത്തിൽ കുറെ ആൾക്കാരെ വേണി ഓൻ പുറത്തിറങ്ങി ഓനക്ക് സ്വീകരണ സമ്മേളനം കൊടുക്കല. ഞങ്ങളായിട്ടല്ല അല്ല ജയിലിലിട്ടപ്പോ നമ്മളെന്താ കാട്ടണം? സാരില്ല എന്നിട്ട് നമ്മളിങ്ങനെ പുറവിഞ്ഞു കൊടുക്കണം. ഓങ്ങണ്ട് പുറത്തിറങ്ങിയ ഉടനെ നമ്മളെ പണി സാരില്ല കേട്ടോ. 1 മാസം ജയിലിലായിരുന്നില്ല നേതാവ്. സാരില്ല കേട്ടോ നമ്മളെ പരിപാടി. ജനങ്ങളൊക്കെ പറഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിരിക്കണമെന്ന്. ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. റമളാൻ ഇലക്ഷന്റെ പ്രചരണമായിരുന്നു. ലൈലത്തുൽ ഖദറിലെ കൊട്ടിക്കലാശമായിരുന്നു. നേതൃത്വം ജബീ ഇസ്ലാം. ഞാനിപ്പോ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ എപ്പോഴാണ്? തക്ബീറിന്റെ പ്രചരണം ആ ഒരു മുദ്രാവാക്യത്തോടു കൂടി ഇബാദത്തിന്റെ തുടങ്ങി വോട്ട് ചെയ്യാൻ തുടങ്ങി. പോളിംഗ് ബൂത്ത് പള്ളിയിലാ, ചിഹ്നം നിസ്കാരാണ്. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയോ? ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്താലും വർഗീയവാദിക്കാണ് വീണ്. കാരണം വോട്ട് യന്ത്രം മിസ്റ്റേക്കില്ല. അതന്നെ അള്ളയും പറഞ്ഞത് വൈലുൽ മുസല്ലീൻ. ചിഹ്നം നിസ്കാരായിരുന്നു വീണത്. ചിഹ്നം നിസ്കാര പക്ഷെ വീണത് വർഗീയവാദിക്ക. കാരണം മനുഷ്യന്റെ ശരീരം തന്നെ ഒരു രാഷ്ട്രമാണ്. അവിടെ 2 സ്ഥാനാർത്ഥികളുണ്ട്. അലാലി കുല്ലി ബിനി ആദമ ഫീ ഖൽബിഹി ബൈത്താൻ ഫീ അദീമ മലക്കുൻ വഫിൽ ആഖിരി ശൈത്താൻ.
അബൂശാക്കിറ മലക്കാകുന്ന സ്ഥാനാർത്ഥിയെ ശരീരമാകുന്ന രാഷ്ട്രം ഭരിക്കാൻ വിട്ടു. അദ്ദേഹത്തിന്റെ രാഷ്ട്രം വളരെ ചെറുതായിരുന്നു ശരീരം, എന്നാൽ അത് ഭരിച്ചിരുന്നത് മലക്കാണ്. അതുകൊണ്ട് അദ്ദേഹം സുജൂദ് ചെയ്താൽ ആ വോട്ട് മലക്കിനെ വീഴുള്ളൂ. എതിർ സ്ഥാനാർത്ഥി ഉണ്ട് ശൈത്താൻ, അതിങ്ങനെ ശരീരത്തിൽ ഭരണം നടത്താൻ കെഞ്ചുന്ന സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ്. ആ സ്ഥാനാർത്ഥിയെ അബൂശാക്കിറ വോട്ട് മലക്കിനെ ചെയ്തിട്ടാണ് പരാജയപ്പെടുത്തി. അപ്പൊ അബൂശാക്കിറിന്റെ സ്ഥാനാർത്ഥി ശൈത്താൻ ഇബ്നായി അസ്ലമ ശൈത്താനി എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മള് വോട്ട് ചെയ്യണമൊക്കെ നിസ്കാരത്തിന് നിയന്ത്രില്ല, പക്ഷെ വീണത് വർഗീയവാദിക്കാം. കാരണം വോട്ട് യന്ത്രം തകരാറിലാണ്. അതന്നെ അള്ളാഹ് പറഞ്ഞത്, വോട്ടിംഗ് യന്ത്രം ആദ്യം ശരിയാക്കണം, എന്നിട്ട് വോട്ട് ചെയ്യുന്നതാണ് അള്ളാഹ് പറഞ്ഞത്. അതാണ് ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് പറഞ്ഞത്. ഈ വോട്ടിംഗ് യന്ത്രം തകരാറായത് അറ്റകുറ്റപ്പണി നടത്തിയിട്ട് വേദി കയറിയിട്ട് നന്നാക്കി കൊടുത്ത് സമുദായത്തെ സമുദ്ധരിച്ചിരുന്ന മുത്തഇലായ വാഴായിരുന്നു അബൂശാക്കിർ. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ അതിന്റെ പിൻഗാമികൾ ആ പിണ്ടയിട്ട് നടക്കേണ്ടത് നമ്മളാണ്. അതിന്റെ ഒരു പിണ്ടം കിട്ടിയാൽ മതി, പിണ്ടം മതി. ഇപ്പൊ സൂര്യ ഉള്ളത് 15 കോടി കിലോമീറ്റർ അപ്പുറം, എന്നിട്ട് നമുക്ക് ചൂടായിട്ട് വേർക്കണില്ലേ? നിങ്ങൾ കരുതിയാണ് സൂര്യ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതാണെന്ന്? അയ്യേ, അത് അങ്ങനെ തന്നെ അവിടെ ഉള്ളത്. അശംസ് വൽ ഖമർ ബി ഹുസ്ബാൻ. അവിടെ നിങ്ങളുടെ ഇളകിയിട്ടൊന്നുമില്ല. ഇളകിയാൽ നമ്മള് പ്ലാസ്റ്റിക്കിന് കുറെ വിളക്കത്ത് വെച്ച മാതിരിയാവും. പിന്നെന്താ ഉള്ളത്? ഹൈഡ്രജൻ ഹീലിയമായി മാറുകയാണ്. അപ്പൊ പുറത്തേക്ക് തള്ളുന്ന പിണ്ടത്തിന് ഇത്തിരി വലിപ്പം കൂടിയതാ, വേറൊന്നുമില്ല. അല്ലാതെ സൂര്യൻ കണ്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒന്നും ശാസ്ത്ര അബദ്ധത്ത് പറയാൻ നിൽക്കണ്ട. സൂര്യ അവിടെ തന്നെ ഉള്ളു. ഇറങ്ങും നാളെ മുള്ളാനും കണ്ട് വെച്ചാൽ സൂര്യന്മ തട്ടും മാഷറിന്ന്. അവിടെ ഒരു AC വേണം. അത് അബൂശാക്കിർ ഇവിടുന്ന് ഫിറ്റ് ചെയ്തു പോയി. കാരണം അദ്ദേഹത്തിന്റെ ആ കാലം അത്രയും ഇൽമും അമലും അതിന്റെ തദ്രീസും അതിന്റെ ദഅവത്തും മാത്രമായി. അപ്പൊ അദ്ദേഹത്തിന് ആ ഉഷ്ണത്തിൽ ഒരു AC ഇവിടുന്ന് ഫിറ്റ് ചെയ്തിട്ടാണ് പോയത്. അദ്ദേഹത്തിന് പാറിപ്പോവാം. നമ്മൾ അവിടെ AC ഫിറ്റ് ചെയ്തിക്കണോ? ഇവിടുത്തെ AC ഇങ്ങനെ കേടുന്നിട്ട് നന്നാക്കിയല്ലേ, എന്നിട്ട് പിന്നെ ചൂടത്തിൽ കേൾക്കാൻ വയ്യാന്നറിയാം. 15 കോടി കിലോമീറ്റർ അപ്പുറം സൂര്യ ഉള്ളത്. ഇതേ മിക്കതാരി മീൽ എന്ന് വായിച്ചാൽ സുർമാ കൊള്ളിയുന്ന, മൈൽ എന്ന് വായിച്ചാൽ 1 കിലോമീറ്ററും ചില്ലറിയുണ്ട്. എന്നാലും 15 കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യനെ പകൽ സമയത്ത് ഇട്ടേച്ച് പോയ ലാവയാണ് ഇപ്പൊ ഈ രാത്രി എന്നെ വേർപ്പുണ്ടാക്കുന്നത്. പകലാണെങ്കിലോ ഇപ്പൊ 2 ദിവസം മുമ്പ് പിടിച്ചിക്കാൻ പറ്റാത്ത, ഞാൻ പാലക്കാട് ജില്ലയിലൊക്കെ ഏറ്റ വാൾ ഒരുപാട് മുടങ്ങി. കാരണം എന്താ, വാളിന് ഇരുന്ന സ്ഥലത്തും തല ഇറങ്ങി വീഴുന്ന ആളുകൾ. ഇപ്പൊ മഴ ചെയ്തോണ്ട് മഴ ചെയ്ത് നമ്മൾ ഔലിയാക്കളായതിട്ടാ അല്ല. അള്ളാഹ് പറയണ്ടേ ലൗലൽ ബഹായിമു ലാ യുംതറു. അവസാന കാലത്ത് മൃഗങ്ങളില്ലെങ്കിൽ മഴ തീരെ കൊടുക്കൂലെന്ന്. ഒന്നലും ഞാൻ പെയ്തത് മുണ്ടണ്ട. ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടാത്, ഞാൻ വെറുതെ ഉണ്ടാക്കി പറയല്ല. ഇന്നലെ ആരെ എന്നോട് പറഞ്ഞു, ഞാൻ പേരിന് എന്റെ മാലിയും ദ്വാരനീന്ന് അള്ളാഹു മസ്കിന കൈത്ത മോയിത്ത. പിറ്റേന്ന് കുരുത്തിൽ മഴ ചെയ്തും ചെയ്തു. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ എന്നെ ഉസ്താദിന് ഇന്നലത്തെ ദ്വാ, ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും മുണ്ടില്ല, ആയിക്കോട്ടെ വിചാരിച്ചാണ്. എനിക്ക് ഹദീസ് ഓർമ്മയുണ്ട്, ആ മാലിലെങ്ങാനും പൂച്ച എരുമില്ലെങ്കിൽ അന്നും കിട്ടൂല. ലൗലൽ ബഹായിം ലം യുംതറു മുഹമ്മദ് മുസ്തഫ. അവസാനത്തെ മഴ ഉണ്ടാവില്ല. കാരണം എന്താ, അതിന് ഫുലൂസ് കൊടുക്കാത്താണ് ഒരു കാരണം. റസൂൽ പറഞ്ഞത് ലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ മതറ. രണ്ടാം മഫൂലാണ് മിനസ് സമാ. ഇനി മുനിഉന്ന് കേട്ട ബേജാറാണ്ട്, അവിടെ എന്താ റഫ് കൊടുക്കാത്തത്? നിശ്ചിത അളവ് സകാത്ത് കൊടുക്കാതെ വരുമ്പോ ഇല്ലാ മുനിഉ അയിലുണ്ട് നായിഫായി, അവർ തടയപ്പെട്ടിട്ടല്ലാതെ ഇല്ല അൽ മാ വെള്ളത്തെ മിനസ് സമാ ആകാശത്ത്. അതിനാണ് മഴ എന്ന് പറയാം. നീ തിരണ്ടാന്ന് കരുതിയിട്ട് അള്ളാഹ് തുറന്നുകൊണ്ട് പറഞ്ഞു. അവസാന കാലത്ത് സക്കാത്ത് കൊടുക്കാത്ത ഒരുപാട് ധനാഢ്യരുണ്ടാവുന്ന അള്ളാഹ് റസൂൽ പറയുന്നത്. അപ്പൊ അവർക്ക് മഴ ഇട്ടൂല. എന്നാ ഇടക്ക് മഴ ചെയ്യും. കാരണം എന്താ, ലൗലൽ ബഹായിം, നാക്കാലികൾ ഇല്ലായിരുന്നെങ്കിൽ. ഇരുകാലികളോടാ പറയണത്. ഇരുകാലികളോട് പറയാണ്, നാക്കാലികൾ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ലം യുംതറു, നിങ്ങൾക്ക് ആ ഇടക്ക് ചീറ്റുന്നത് ഞാൻ തരുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ കുറച്ച് കിട്ടുന്നത് ഈ മുത്താലിമീങ്ങളെ കൊണ്ടാണ്. കാരണം ലോകത്ത് 2 ഗ്രൂപ്പാണ്. ഒന്ന് അത്തജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇന്ന് രാത്രിയും കാണണോ, വണ്ടി എടുത്തിട്ട് അങ്ങാടിയിലൊന്ന് പോയി വെക്കാൻ മതി. വേറൊരു പാർട്ടിയാണ് ഇന്നി ആലും മാലാ താലുമൂൻ. അതാണ് ഇരിക്കുന്നത്. ഈ രണ്ടിന്റെയും സംഗമവേദിയാണ് ദുനിയാവ്. ഇന്നി ആലുമാലാ താലമോൻ, അതിന്റെ ഉള്ളിലേക്ക് കുൻ ആലിമൻ ഔ മുത്താലിമൻ പോരാ. 2 കമ്പാർട്ട്മെന്റും കൂടി ഉണ്ട്. കയറിക്കോളി. ഔ മുഹിബൻ ഔ മുസ്തമിയ. 4 കമ്പാർട്ട്മെന്റ്. ട്രെയിന് വലുതാ, 4 സ്വർഗത്ത് കൊള്ളു, ബാക്കിയൊക്കെ നരകത്ത്. അഞ്ചാമത്തെ കമ്പാർട്ട്മെന്റ് 5ാമത്തെ കമ്പാർട്ട്മെന്റിൽ റിസർവേഷൻ ചെയ്യരുത്. കാരണം അത് നരകമാകുന്ന സ്റ്റേഷനിൽ പോയി ഇറങ്ങുള്ളൂ, സ്വർഗത്തിൽ ഇറങ്ങൂല. തറവാട് സ്വർഗ്ഗമാണ്. കാരണം
ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ. ഹുബ്ബുൽ വത്തൻ, വത്തൻ അലിഫ് ലാം ചേർന്നാൽ മുഹഖിഖുകളുടെ അഭിപ്രായത്തിൽ ജന്ന, സ്വർഗ്ഗത്തെ ഇഷ്ടപ്പെടൽ മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ്. ബാക്കിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. കുല്ലുമൻ അലിഹാ ഫാൻ, എല്ലാ വേലയും തകരും. വയബ്ഖാ വജ്ഹു റബ്ബിക, റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാറ്റിവെച്ചത് നിലനിൽക്കും. അതാണ് ഇതൊക്കെ. അത് ഇൽമു അമലുമാണ്. മറ്റൊക്കെ തകർന്നു, ഒന്നും ഉണ്ടാവില്ല. അതാണ് സൂറത്ത് യാസീനിൽ പച്ചയിൽ പറഞ്ഞത്. വനഹനു നക്തുബു മാ ഖദ്ദമു വആഥാറഹും, അത് ഇൽമും അമലുമാണ്, വേറൊന്നുമില്ല. അതിനുള്ള സ്വതക്കയുമാണ്. അതാണ് ഹദീസിൽ വേറെ പറഞ്ഞത്, അദ്ദുന്യാ മൽഊനത്തുൻ വമാ ഫീഹാ മൽഊനുൻ ഇല്ലാ ദിക്റല്ലാഹ് വമാ വാലാ ഔ വമൻ വാലാ ഔ ആലിമൻ ഔ മുതഅല്ലിമൻ മുഹമ്മദ് മുസ്തഫ. ഇതൊന്നും അല്ലാത്തതൊക്കെ അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, അങ്ങനാണ്ട് അസ്ഹാബു ശിമാലാവും. ഇത് അസ്ഹാബുൽ യമീനുമാവും. അത് ആലിമായിക്കൊള്ളണമെന്നില്ല, അവരെ കൂടെ ചാരി ഒന്ന് സഹകരിച്ച് സഹായിച്ച് സേവനം ചെയ്ത് നിന്നുകൊടുത്താൽ മതി. ഇതിൽ ഈ നാലാലൊരു വിഭാഗത്തിൽ പെടാത്ത ഒരൊറ്റ മനുഷ്യനും ഈ ഗ്രൗണ്ടിൽ ഇപ്പം ഇല്ല. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കണം.